1215 വരും മീറ്ററാണ്. 215. ആ കഴിഞ്ഞ പ്രാവശ്യം ഈ റേറ്റ് തന്നെ വന്നേക്കണം. ബ്ലാക്ക് ആണല്ലോ. എപ്പോഴാ Hi, good morning, everybody. Yes, എല്ലാവരും എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഒരു 10:30 തന്നെ ആരംഭിക്കേണ്ടതായിരുന്നു. പക്ഷെ ഒരു സാങ്കേതിക തകരാറ് ഇവിടെ സംഭവിച്ചത് കൊണ്ടാണ് നിങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റാതിരുന്നത്. അതുകൊണ്ടാണ് ഒരു 7 മിനിറ്റ് വൈകിയത്. ഓക്കെ,
അപ്പോ നമ്മൾ ഇന്ന് ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് ഇന്ന് ആരംഭിക്കുന്നത്. റെഗുലർ ക്ലാസ്സുകൾ ആരംഭിക്കുന്ന ദിവസത്തെ സംബന്ധിച്ചിട്ടും കോഴ്സിന്റെ ഫീസിനെ കുറിച്ച്, കോഴ്സിന്റെ കാലാവധിയെ സംബന്ധിച്ച് പ്രിയമുള്ളവരെ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണേ. കണിക്കൊന്നായം പ്ലീസ് മ്യൂട്ട്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കണേ. ഓക്കെ. അപ്പോ കോഴ്സിന്റെ ഫീസ് സംബന്ധിച്ച്, കാലാവധി സംബന്ധിച്ച്, ജോലി സാധ്യതകൾ സംബന്ധിച്ച്, ഡ്യൂറേഷൻ, എക്സാം, ഫീസ് കളക്ട് ചെയ്യുന്ന രീതികൾ, സർട്ടിഫിക്കറ്റിന്റെ ഫീച്ചേഴ്സ്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് വെച്ചിട്ടുള്ളത്. ഇപ്പോ ഈ ക്ലാസ്സിനകത്ത് ഒരുപാട് പേര് നമ്മുടെ തന്നെ വിവിധ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. കുറെ പേര് പുതിയതായിട്ട് കയറിയിട്ടുള്ള വിദ്യാർത്ഥികളുമുണ്ട്. അപ്പോൾ നമ്മുടെ രീതികൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചിട്ട് ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത് ഇതുവരെയും നമ്മുടെ സ്റ്റുഡന്റ് കൗൺസിലേഴ്സ് ആയിരിക്കും. ഓരോരുത്തരോടും ഓരോ ആളുകളായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. അവർ സംസാരിച്ചതിലുള്ള ഏതെങ്കിലും ഭാഗങ്ങളിലുള്ള ഒരു കുറവോ തെറ്റിദ്ധാരണയോ ആശയവിനിമയത്തിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ ക്ലിയർ ആക്കി ഈ കോഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള, നമ്മൾ ഓഫർ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങളോട് സംസാരിക്കാനും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ക്ലാസ്സിനകത്തെ അവസാന വിദ്യാർത്ഥിയുടെ അവസാന സംശയത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് മാത്രമേ ഈ സെഷൻ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയുള്ളൂ. നമ്മുടെ ക്ലാസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് വൈകിട്ടുണ്ട്. അപ്പൊ ആദ്യം ഈ കോഴ്സിന്റെ അക്കാദമിക് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട രമ്യ ടീച്ചർ ആദ്യം നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഓക്കെ, ഒരു 10 മിനിറ്റ് രമ്യ ടീച്ചർ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അക്കാദമിക് കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് സംസാരിക്കും. അതിനുശേഷം ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കിയുള്ള മുഴുവൻ ഭാഗങ്ങളെ സംബന്ധിച്ചിട്ടും സംസാരിക്കും. രമ്യ ടീച്ചർ, സ്വാഗതം. ഗുഡ് മോർണിംഗ് സർ. റൈറ്റ്, എല്ലാവർക്കും എന്റെ വോയിസ് ഓഡിയബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ദിസ് ഇസ് രമ്യ ഹിയർ. ഞാൻ വൺ ഓഫ് യുവർ ഫാക്കൽറ്റി ആയിരിക്കാം. സോ ഞാൻ എടുക്കാൻ പോണ പേപ്പർ ദാറ്റ് ഈസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ, അല്ലാതെ ഒരു സ്ഥാപനത്തിൽ ഒരു പ്രശ്നങ്ങൾ വരുന്ന, എംപ്ലോയീസിന് വരുന്ന പ്രശ്നങ്ങളിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കൊടുക്കുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. റൈറ്റ്, ഇതിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റിലും, ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലും നിറയെ സെഗ്രിഗേറ്റ് സെക്ഷൻസ് ഉണ്ട്. സോ യു ഓൾ വിൽ ബി വർക്കിംഗ് അണ്ടർ ദാറ്റ് സെക്ഷൻ. എല്ലാവരും ഓരോ കാറ്റഗറിയിലാണ് വർക്ക് ചെയ്യുക. ഒരാൾ തന്നെ ഒരു ജോലി തന്നെ കണ്ടിന്യൂസ് ആയി ചെയ്യണം എന്നില്ല. യു വിൽ ബി ഹാൻഡിങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്കേഴ്സ് with different sections. ഇത് നിങ്ങൾ ചെയ്യുന്ന വർക്ക് എല്ലാമേ നമ്മുടെ വർക്കിംഗ് സെക്ഷനിൽ, അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം സാറ്റിസ്ഫൈ കൊടുക്കുന്നതാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? റൈറ്റ്, ഓക്കെ, താങ്ക് യു ഫോർ all your support. Fine, right. Even though, right, ഇതില് ഈ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയാം, എല്ലാവരും HR ജോലി എടുക്കാം എന്നുള്ള ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. ഈ ഇൻട്രസ്റ്റഡ് എല്ലാവർക്കും വേണം. റൈറ്റ്, നെക്സ്റ്റ്, HR എന്ന് പറയുന്നത് നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ വർക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന കാര്യങ്ങൾ, ഫസ്റ്റ് തിങ്, നമ്മൾക്ക് ഇരിക്കാൻ ഒരു സീറ്റ് ഉണ്ടോ, ഒരു ക്യാബിൻ ഉണ്ടോ, ഒരു സിസ്റ്റം ഉണ്ടോ. ദീസ് ആർ ദ ബേസിക് ഹ്യൂമൻ റിസോഴ്സസ്, അതായത് ബേസിക് റിസോഴ്സസ് ആണ്. ഇതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഡ്യൂട്ടി. അതേ സമയത്ത് ഒരു എംപ്ലോയിയോട് വർക്കിംഗ് ചെയ്യുകയാണെങ്കിൽ, അവന് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ, അവർക്ക് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യലോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ജോലി ചെയ്തതിന്റെ സാറ്റിസ്ഫൈ ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ സാലറി കറക്റ്റ് ആയിട്ട് കിട്ടാത്തത് കൊണ്ടോ, ലീവ് കോമ്പൻസേറ്റ് കിട്ടാത്തത് കൊണ്ടോ എന്നുള്ള ബേസിക് ഡീറ്റെയിൽസ് എല്ലാം ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതാണ് ഈ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ്. യു പീപ്പിൾ വിൽ ബി വർക്കിംഗ് അണ്ടർ ദാറ്റ് സെക്ഷൻ. അവർക്ക് എന്താണ് ആവശ്യം അതാണ് നിങ്ങൾ ചെയ്തു കൊടുക്കുക. റൈറ്റ്, ഇത് വന്നിട്ട് എല്ലാ ഓർഗനൈസേഷനിലും, ഈവൻ സ്മോൾ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, കോർപ്പറേറ്റ് സെക്ടർ ആയിക്കോട്ടെ, എല്ലാവിടെയും ഈ ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്. സോ ഒരു ജോബ് വേക്കൻസീസ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആണ്. ഈ ഹ്യൂമൻ റിസോഴ്സസിന് വേൾഡ് വൈഡ് ഉണ്ട്. ഈവൻ ദോ വി ഹാവ് എൻ
human resource management as well as international human resource management. രണ്ടുമേ ഉണ്ട്. You'll be working under നമ്മൾ ഇന്ത്യയിലും വർക്ക് ചെയ്യാം as well as abroadലും വർക്ക് ചെയ്യാം. ഇത് എല്ലാവിടെയും എല്ലാ കോർപ്പറേറ്റിലും എല്ലാ സ്ഥലത്തും ജോബ് വേക്കൻസീസ് ഉള്ള സ്ഥലമാണ്. ഈ ഡിപ്പാർട്ട്മെന്റ് ആണ് അത്. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ആണ്. നമ്മുടെ ജോലി എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ്. ഒരു ഓർഗനൈസേഷനിൽ എന്താണ് ആവശ്യം, അവർക്ക് ആ എംപ്ലോയീസിന് ക്വാളിഫൈഡ് ആണോ, വെരിഫിക്കേഷൻ കറക്റ്റ് ആണോ, ഇന്ന പേഴ്സൺ എടുത്താൽ നമുക്ക് ഓക്കെ ആണോ എന്നുള്ളതെല്ലാം വെരിഫിക്കേഷൻ ചെയ്യുന്നതാണ് ഈ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞത്. അതിന്റെ റിലേറ്റഡ് പേപ്പേഴ്സും അതിന്റെ റിലേറ്റഡ് കോഴ്സസ് ഒക്കെയാണ് നിങ്ങൾ ഈ ടേമിൽ പഠിക്കാൻ പോകുന്നത്. Apart from that, you will be able to know how to engage with the employees, അല്ലെങ്കിൽ how to engage with the people. വേറൊരായിട്ട് ഒരു ഹ്യൂമൻ, അതായത് ഒരാളോട് എങ്ങനെ കൺവേ ചെയ്യണം, ഒരാളോട് എങ്ങനെ ഒരു ഇന്ററാക്ഷൻ സെക്ഷൻസ് ഉണ്ടാവണം, all the basic necessaries, all the basics knowledges you will be getting into know into that. That also will help you in very bright future. നിങ്ങൾക്ക് അതാണ് കൂടുതൽ ഹെൽപ്ഫുൾ ചെയ്യുക. എത്രത്തോളം ഒരു ഹ്യൂമൻ റിസോഴ്സസ് ഒരാൾ എംപ്ലോയി HR ആയി വർക്ക് ചെയ്യുകയാണെങ്കിൽ ആൾ എത്രത്തോളം ഇന്ററാക്ഷൻ ചെയ്യുന്നു അത്രത്തോളം ആൾക്ക് കമ്മ്യൂണിക്കേഷൻ കൂടാം, അത്രത്തോളം ആളുടെ പുറത്തുള്ള ആൾക്കാരുടെ നോളജസ് ഗെയിൻ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഡിഫറെന്റ് സെക്ടേഴ്സിൽ ഉണ്ടാവും, അവർക്ക് എന്തൊക്കെയാണെന്നുള്ള കുറെ കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റും. One thing I'll tell you that this is a role which give you a very good respect job. HR എന്ന് പറയുന്നത് ചെറിയ ജോലിയല്ല. മോസ്റ്റ് പ്രോബബ്ലി ഒരു കമ്പനിയിൽ ഒരു HR വർക്ക് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ഈസി വേ. ഒരു ഓർഗനൈസേഷൻ അയാളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആൾ അത്രയും പെർഫെക്റ്റ് ആണോ എന്നുള്ളത് ചിന്തിക്കണം, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കും. Everything they will check whether he is eligible to that. Will he able to handle 100 employees in an organization? Will he be able to do all kind of activities which can give training to the employees? എല്ലാ കാര്യങ്ങളും ആൾ ചെക്ക് ചെയ്തിട്ട് ഒരു HR-നെ എടുക്കുള്ളൂ. So you people have chosen that. I'm very proud of that. And you all will be given training in such a way and will help you out also. എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടോ? No. Fine. Okay. ഇതിന്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ഓൺ ദ വേ ക്ലാസ്സസിലെല്ലാം I'll be taking very I'll give you notes also. You just study well. And one thing I'll get you promise that this is a good path, is a good path you are chosen of that. നിങ്ങൾ റൈറ്റ് പാത്തിൽ കൂടെയാണ് പോകുന്നത്. We are giving an opportunity to study over here. We are getting a good certificate also. Please utilize എല്ലാ പേപ്പേഴ്സും നല്ല യൂട്ടിലൈസ് ചെയ്യുക, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. Definitely you will be getting placed. Right? നന്നായി കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ്മെന്റ് ചെയ്യുക. I request everyone to have a good communication. നന്നായി വർത്താനം പറയുക, നന്നായി സംസാരിക്കുക. എന്നാൽ മാത്രമാണ് നമുക്കൊരു ഓർഗനൈസേഷനിൽ കയറി ഒരു ഇന്റർവ്യൂലെല്ലാം പോയി കഴിഞ്ഞാൽ ചോദ്യം ചോദിച്ച് ആൻസർ പറയണമെങ്കിൽ യു നീഡ് എ കമ്മ്യൂണിക്കേഷൻ. I request all you to prepare that. Make yourself groom. നമ്മൾ തന്നെ ഗ്രൂം ചെയ്യുക, സ്റ്റൈലായിട്ട് വർത്താനം പറഞ്ഞ് ശീലിക്കുക. ലുക്ക് അറ്റ് യുവർ മിറർ. നമ്മൾ മിററിൽ നോക്കി സംസാരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി ടു ഓവർടേക്ക് ആ ഇന്റർവ്യൂ സെക്ഷൻ. നമ്മളെ എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാവും, കറക്റ്റ്? സോ സ്വിച്ച് ഓൺ യുവർ ക്യാമറാസ്. ഒരു സ്ഥലത്തിൽ വെക്കുക, ക്യാമറ ഓൺ ചെയ്യുക, തന്നെ വർത്താനം ഫേസ് ടു ഫേസ്. ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്. ഒന്ന് സംസാരിച്ച് നോക്കൂ. കണ്ണിൽ നോക്കി സംസാരിക്കാം. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, നോ? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. സോ ജസ്റ്റ് ട്രൈ ടു ദാറ്റ്. Right? Anyway, thank you all for having you. We all meet you in our classes. Thank you, sir. നമസ്കാരം. ടീച്ചറിന്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോഴേ കുറച്ച് ആൾക്കാർക്കെങ്കിലും വലിയൊരു ആശങ്ക വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. റൈറ്റാ? അങ്ങനെയുണ്ടോ? 2-3 പേര് കറിയിൽ നിന്ന് മൂജിയൊക്കെ ഇട്ടിട്ട് ഉണ്ടായിരുന്നു. ടീച്ചറിന്റെ ലാംഗ്വേജ് പ്രശ്നം അല്ലേ? യെസ്, റൈറ്റ്. സുഹായിറാഷാക്കി അതൊന്ന് ലാംഗ്വേജ് പ്രശ്നത്തിൽ പൊട്ടി തരിച്ചിരുന്നു പോയി നമ്മളല്ലേ. പിന്നെന്തായിരുന്നു? ക്ലിയർ ആയെന്ന് പറഞ്ഞുണ്ട്. ഓക്കെ, ഇനി താങ്ക് യു ടീച്ചർ.
താങ്ക് യു സർ. ടീച്ചറിന്റെ ഇംഗ്ലീഷ് കേട്ടിട്ട് കുറച്ച് കുട്ടികൾ പേടിച്ചിട്ടുണ്ട്. നമുക്ക് ശരിയാക്കാം. നമുക്ക് കറക്റ്റ് ചെയ്യാം. നമ്മൾ HR വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും ഇംഗ്ലീഷിൽ സംസാരിച്ച് ശീലിക്കണം. ഐ റിക്വസ്റ്റ് എവരിവൺ ടു ഡു ദാറ്റ്, റൈറ്റ്? നമുക്ക് ക്ലാസ്സസ് മലയാളത്തിൽ കണ്ടക്ട് ചെയ്യാം, അറ്റ് ദ സെയിം ടൈം ഇംഗ്ലീഷിലും കണ്ടക്ട് ചെയ്യാം. നിങ്ങളും ചേർന്ന് പഠിക്കണം, റൈറ്റ്? ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ഒരാളെ നീന്താൻ പഠിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഒരാളെ നീന്താൻ പഠിക്കുന്നത് വെള്ളത്തിൽ വീഴുമ്പോഴാ. ഓക്കെ, നമ്മൾ ഈ ജോബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാല് മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ നിർവചിക്കുന്ന, മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജോബാണ്. മനുഷ്യരുടെ പ്രശ്നങ്ങളാണ് ഇതിനകത്ത് പരിഹരിക്കപ്പെടുന്നതും കൈകാര്യം ചെയ്യുന്നതും. നമ്മൾ ചേർന്നിട്ടുള്ള കോഴ്സിന്റെ പേര് നിങ്ങൾക്കറിയാം, ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ്? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ? കമോൺ ഒരാൾ പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സ്. ഇംഗ്ലീഷ് മാൻ പവർ. യെസ്, മനുഷ്യ വിഭവശേഷിയാണ്. അപ്പോ ഒരു സ്ഥാപനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മനുഷ്യ വിഭവശേഷിയെ നിയന്ത്രിക്കുകയും ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മനുഷ്യരെ തിരഞ്ഞെടുക്കുകയും അവരെ എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും അവരെ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കകത്തുള്ള കുറവുകളെ സംബന്ധിച്ചിട്ടും അവരുടെ പെർഫോമൻസിനെ സംബന്ധിച്ചിട്ടും ഉള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് അനുദിനം ആ സ്ഥാപനത്തിന്റെ മനുഷ്യ വിഭവശേഷിയുടെ ക്വാളിറ്റി, ഗുണാത്മകത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത് ഡിപ്പാർട്ട്മെന്റ്? HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിലോട്ട് ആവശ്യമായിട്ടുള്ള മനുഷ്യരെ, ഉദ്യോഗാർത്ഥികളെ, അവരെ ഇന്റർവ്യൂ നടത്തി തെരഞ്ഞെടുത്ത് അവരെ ഓരോ തസ്തികകളിൽ നിയമിക്കുന്നു. തസ്തികകളിൽ നിയമിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് അവർക്ക് അവരുടെ ജോലിയുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ആ പെർഫോമൻസിനെ അനലൈസ് ചെയ്യുന്നു. അത് അനലൈസ് ചെയ്യുന്നതിന് ശാസ്ത്രീയമായിട്ടുള്ള കുറെ മാർഗങ്ങളുണ്ട്. അത്തരത്തിലുള്ള അനലൈസിങ്, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശമ്പള വേതന വ്യവസ്ഥകൾ, മറ്റാനുകൂല്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച, അതായത് സ്ഥാപനത്തിലെ മനുഷ്യവിഭവ ശേഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ കാര്യങ്ങളെയും സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത്? HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ആധുനിക കാലത്ത് ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോ ഒരു DTP ഓപ്പറേറ്റിംഗ് നിങ്ങൾ പഠിക്കാൻ പോകും. DTP ഓപ്പറേറ്റിംഗ് പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ ജോലി കിട്ടുക DTP ഓപ്പറേറ്റർ ആയിട്ട് മാത്രമാണ്. വേറെ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടുകയില്ല. DTP ഓപ്പറേറ്റർ ആയിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും. ഓക്കെ, പക്ഷേ അതായത് ആ ഒരു കോഴ്സ് പഠിച്ചാൽ ഒരേ ഒരു ജോബ് റോള് മാത്രമാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. എന്നാൽ HR മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ആധുനിക കാലത്തിനകത്ത് ഏറ്റവും തരംഗമായിട്ട് നിലനിൽക്കുന്ന ഒരു കോഴ്സ്. ആ കോഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഒരു ജോബ് റോളല്ല, 2 ജോബ് റോളല്ല, 3 or 4 ജോബ് റോളുകളല്ല. അതിനേക്കാൾ അപ്പുറത്തേക്ക് HR അസിസ്റ്റന്റ് മുതൽ HR മാനേജർ മുതൽ റിക്രൂട്ടർ മുതൽ കോമ്പൻസേഷൻ മാനേജർ മുതൽ പ്രോഗ്രാം മാനേജർ മുതൽ അങ്ങനെ ഒട്ടനവധിയായിട്ടുള്ള തസ്തികകളിലേക്ക് നിങ്ങൾക്ക് നിയമിക്കപ്പെടാനുള്ള വലിയ തൊഴിലവസരം ഈ കോഴ്സുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ കോഴ്സിന് അടുത്ത കാലത്തായിട്ട് വളരെ വലിയ ഒരു പ്രിയം വിദ്യാർത്ഥികൾക്കിടയിൽ വന്നിട്ടുള്ളത്. ഇത് ഏറ്റവും പ്രധാനമായി ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഏറ്റവും പ്രധാനമായി കേരളത്തിനകത്തെ, ഇന്ത്യയിലെ, ലോകത്തിലെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിലേക്കുള്ള മനുഷ്യ വിഭവശേഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജോലിയാണ്. ഗവൺമെന്റ് സംവിധാനത്തിലല്ല, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള കമ്പനികളുടെ, സ്വകാര്യ സംരംഭങ്ങളുടെ ഒരു നിശ്ചിത എണ്ണം ഉദ്യോഗാർത്ഥികളിൽ കൂടുതലുള്ള മുഴുവൻ സ്ഥലത്തും ഇത്തരത്തിലുള്ള ഒരു HR-മായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സേവനം അത്യന്താപേക്ഷിതമാണ്.
ഓക്കെ, അപ്പോ അതാണ് ഈ കോഴ്സിന്റെ ഒരു പ്രിയം ഈ അടുത്ത കാലത്തായി വർദ്ധിപ്പിക്കുന്നതിനുള്ള കാരണം എന്ന് പറയും. നമ്മുടെ കോഴ്സുകൾ എല്ലാ ദിവസവും തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ 10:30 മുതൽ 11:30 വരെയാണ് ഇപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 10:30 മുതൽ 11:30 വരെ, തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും 1 മണിക്കൂർ വീതമായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. 5 മാസത്തെ കോഴ്സ് ആയിട്ടാണ് നമ്മൾ അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 5 മാസമാണ് നിങ്ങൾക്ക് കോഴ്സുകൾ ഉണ്ടായിരിക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ഓൺലൈൻ മോഡിൽ കൂടിയാണ്. നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് നിങ്ങൾക്കറിയാം. ഓൺലൈൻ ക്ലാസ്സിനകത്ത് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് 2-3 ആപ്പുകൾ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഫോണിനകത്ത് 2-3 ആപ്പുകൾ ഉണ്ടായിരിക്കണം. എന്തൊക്കെ ആപ്പുകളാണ്? ആരെങ്കിലും പറയാമോ? കമോൺ, അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങിപ്പോകുന്നു. ഗൂഗിൾ ക്ലാസ് റൂം, സൂം മീറ്റ്, ഓക്കെ, സൂം മീറ്റ്, ഗൂഗിൾ മീറ്റ് രണ്ടെണ്ണം വേണം. ഓക്കെ, റൈറ്റ്. എന്തിനു വേണ്ടിയാണ് ഗൂഗിൾ മീറ്റ്? അത് പറഞ്ഞേ. ഹലോ, അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, സോറി, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ അതെ, ശ്രദ്ധിക്കുക. ഇത് ഏറ്റവും ചെറിയൊരു കാര്യമാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ഈ കാര്യം എടുത്ത് ഡിസ്കസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനും അതുപോലെ ക്ലാസ് ഏതായിരുന്നു മാം? ഓക്കെ, ഞാൻ പറഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പോ ഗൂഗിൾ മീറ്റ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? അതാണ് ആദ്യത്തെ നമ്മുടെ ഡിസ്കഷൻ. ഇതെന്താണ് ഇത്രയും ചെറിയ കാര്യം പോലും ഡിസ്കസ് ചെയ്തതെന്ന് വിചാരിച്ചാലേ, ചില കുട്ടികൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറും. ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറിയിട്ട് ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് എടുത്ത് അടിച്ചു കൊടുക്കുകയാണ്. സാറേ എനിക്ക് ക്ലാസ് കിട്ടുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ പറയുന്ന കുട്ടികളുണ്ട് നമ്മുടെ കൂട്ടത്തില്. അപ്പൊ അതുകൊണ്ടാണ് ഏറ്റവും ചെറിയ കാര്യങ്ങൾ മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ലൈവ് ക്ലാസ് പോലെ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ്, ഒരു ആപ്പാണ്. ഗൂഗിൾ മീറ്റിൽ ലഭിക്കുന്നത് ലൈവ് ക്ലാസ് മാത്രമാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ 1 മണിക്കൂർ വീതം നടക്കുന്ന ക്ലാസ്സുകൾ നടക്കുന്നത് ഗൂഗിൾ മീറ്റിലായിരിക്കും. ആ ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് എന്ന് പറയുന്നത് ഒരു സ്ഥിരം ലിങ്ക് ആയിരിക്കും. ഇന്ന് നിങ്ങൾക്ക് ഒരു ലിങ്ക് കിട്ടിയിട്ടുണ്ട്. ആ ലിങ്ക് തന്നെയായിരിക്കും ഈ ക്ലാസ് കഴിയുന്ന 5 മാസക്കാലവും നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ചില ആളുകൾ ഇന്നത്തെ ലിങ്കിൽ കയറും, പിറ്റേ ദിവസം ലിങ്ക് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കും. അങ്ങനെ കാത്തിരിക്കേണ്ടതില്ല. ഈ ലിങ്ക് തന്നെയാണ് ഈ വരുന്ന 5 മാസക്കാലവും നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിൽ കയറുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗൂഗിൾ മീറ്റിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ക്ലാസ്സുകൾ, നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾക്ക് കാണാനായി സാധിച്ചില്ല. ഓക്കെ, നിങ്ങൾ എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോഴാണ് തൊട്ടപ്പുറത്ത് രമണി ചേച്ചിയുടെ മോന്റെ കല്യാണം, രാവിലെ 10:30 മണിക്കാണ് താലി കെട്ട്. നിങ്ങളും രമണി ചേച്ചി തമ്മിൽ ഭയങ്കര ബന്ധമാണ്, ഭയങ്കര സിങ്കാണ്. എന്ത് വന്നാലും കല്യാണത്തിന് പോയേ പറ്റൂ. അപ്പൊ ഇവിടെ നമ്മൾ ലൈവ് ക്ലാസ് മുടങ്ങും, ലൈവ് ക്ലാസ് കാണാൻ പറ്റുകയില്ല. അപ്പൊ എന്താ ചെയ്യുക? അപ്പൊ ചെയ്യേണ്ടത്, തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് ഈ ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ് എവിടെ കിട്ടും? എവിടെയാ കിട്ടുക? ഗൂഗിൾ ക്ലാസ് റൂമിലായിരിക്കും കിട്ടുക. നിങ്ങൾ കാണാതെ പോകുന്ന, നിങ്ങൾക്ക് മിസ്സായി പോകുന്ന മുഴുവൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകളായി നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അനിത, വി ഹാവ് ടു ഡിസ്കസ്. പറയാം. അപ്പോ അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഗൂഗിൾ മീറ്റിൽ ലൈവ് ക്ലാസ് കിട്ടും, ഗൂഗിൾ ക്ലാസ് റൂമിൽ റെക്കോർഡ് ക്ലാസ് കിട്ടും. ഗൂഗിൾ മീറ്റിൽ കിട്ടുന്ന ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡ് ക്ലാസ് എന്നായിരിക്കും ഗൂഗിൾ ക്ലാസ് റൂമിൽ കിട്ടുന്നത്? തൊട്ടടുത്ത ദിവസമായിരിക്കും, തൊട്ടടുത്ത പ്രവൃത്തി ദിവസമായിരിക്കും കിട്ടുക. നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിലുള്ള ലൈവ് ക്ലാസിന്റെ ഔട്ട്പുട്ട് ഞങ്ങൾക്ക് ലഭിക്കുക, ഗൂഗിളിൽ നിന്ന് ലഭിക്കുക അത് രാത്രിയായിരിക്കും. അത് തൊട്ടടുത്ത ദിവസം നമ്മുടെ സ്റ്റാഫ് എടുത്ത്, ടെക്നിക്കൽ ടീം എടുത്ത് അത് ചുരുക്കി കംപ്രസ് ചെയ്ത് അതൊരു പ്രൈവറ്റ് യൂട്യൂബിലിട്ട് അവിടെ നിന്ന് അത് പുറത്തേക്ക് എടുത്ത് എന്നിട്ടാണ് നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ അത് അവൈലബിൾ ആക്കുന്നത്. അപ്പോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് തൊട്ടടുത്ത വർക്കിംഗ് ഡേയിലാണ് കിട്ടുക. ഇന്നിപ്പോ ശനിയാഴ്ചയല്ലേ, അപ്പൊ നാളെ നിങ്ങൾക്ക് ഇതിന്റെ ലൈവ് ക്ലാസ് കിട്ടുമോ? റെക്കോർഡ് ക്ലാസ് കിട്ടുമോ? കിട്ടില്ല. നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡ് ക്ലാസ് കിട്ടുന്നത് തൊട്ടടുത്ത വർക്കിംഗ് ഡേ എന്ന് പറയുന്നത് ഏത് ദിവസമായിരിക്കും? തൊട്ടടുത്ത വർക്കിംഗ് ഡേ എന്ന് പറയുന്നത് മൺഡേ ആണ്. അപ്പോ മൺഡേ ഉച്ചക്ക് 2 മണിക്ക് മുമ്പായിട്ടായിരിക്കും നിങ്ങൾക്ക്
ഇന്നത്തെ ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ് കിട്ടുക. ഓക്കെ, ഞാൻ ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചില കുട്ടികൾ രാവിലെ ക്ലാസ് മിസ്സായാലും ഉച്ചയ്ക്ക് വിളിക്കും, സാറേ റെക്കോർഡ് ക്ലാസ് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അന്ന് കിട്ടുകയില്ല, അത് ഞങ്ങളുടെ പരിമിതിയല്ല. ഗൂഗിൾ മീറ്റിൽ നിന്ന് നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് രാത്രിയിലായിരിക്കും. അത് കംപ്രസ് ചെയ്ത് ചുരുക്കി ആണ് പിറ്റേ ദിവസം ഇട്ട് തരിക. അപ്പോ തൊട്ടടുത്ത വർക്കിംഗ് ഡേയിലായിരിക്കും നിങ്ങൾക്ക് അതിന്റെ പിന്നെ ക്ലാസ് റൂമിൽ റെക്കോർഡ് ക്ലാസ് കിട്ടുക. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ഭാഗം. നിങ്ങൾക്ക് ഇനി അടുത്തത് ഇതിന്റെ ഫീസ് സ്ട്രക്ചർ ആണ്. എത്ര രൂപയാണ് ഫീസ് സ്ട്രക്ചർ എന്ന് നിങ്ങൾക്ക് അറിയാം. കേരളത്തിനകത്ത് മറ്റൊരാൾക്കും ചിന്തിക്കാനാകാത്ത രീതിയിലുള്ള ഫീസ് സ്ട്രക്ചറിലാണ് എല്ലാ കോഴ്സുകളും സ്മാർട്ട് 3 പഠിപ്പിക്കുന്നത് എന്ന് ഈ കൂട്ടത്തിലുള്ള നമ്മുടെ വിദ്യാർത്ഥികളായിട്ടുള്ള ഒരുപാട് പേർക്കറിയാം. ഈ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട്. കേരളത്തിൽ മറ്റൊരാൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള ഒരു ഫീസ് സ്ട്രക്ചർ ആയിരിക്കും നമ്മൾ പഠിപ്പിക്കുക. നമ്മൾ PSC കോച്ചിങ് നടത്തുന്നുണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നുണ്ട്, മോണ്ടിസോറി നടത്തുന്നുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നടത്തുന്നുണ്ട്, സൈക്കോളജിയുടെ കൗൺസിലിംഗ് കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാത്തിന്റെയും ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ബാക്കി കേരളത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളും നടത്തുന്നതിന്റെ ഒരു 10% താഴെ ആയിരിക്കും. പല സ്ഥലത്തും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് 35,000, 40,000, 50,000, 60,000 പഠിപ്പിക്കുന്നു. നമ്മൾ പഠിപ്പിക്കുന്നത് വെറും 3,000 രൂപയ്ക്കാണ്. ഉള്ളി 3,000 rupees. ആ 3,000 rupeesഉം നമ്മള് ഒരുമിച്ച് അടക്കേണ്ടതില്ല. ആദ്യം 1,000 രൂപ മാത്രം അടച്ച് നിങ്ങൾക്ക് ഈ കോഴ്സിൽ ചേരാവുന്നതാണ്. 1,000 രൂപ അത് രജിസ്ട്രേഷൻ ഫീസ് ആണ്. രജിസ്ട്രേഷൻ ഫീസ് സർട്ടിഫിക്കേഷൻ കൗൺസിലിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടി ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് ആണ്. ആദ്യത്തെ രജിസ്ട്രേഷൻ ഫീസ് നിങ്ങൾ 1,000 രൂപ അടക്കുന്നു. ആ 1,000 രൂപ അടച്ചു കഴിഞ്ഞാൽ അടുത്ത ഫീസ് നിങ്ങൾ പിന്നെ ഒരു മാസം എത്തും അടച്ചാൽ മതി. അടുത്ത 1,000 ഒരു മാസം എത്തും അടച്ചാൽ മതി. പിന്നെ അടുത്ത 1,000 അടുത്ത മാസം എത്തും അടച്ചാൽ മതി. അങ്ങനെ 3 മാസക്കാലമായി 3,000 രൂപ അടച്ചാൽ മതിയാകും. എന്നാൽ 2,000 ഒരുമിച്ചാണ് നിങ്ങൾ അടക്കുന്നതെങ്കിൽ 2,700 രൂപ അടച്ചാൽ മതി. 2,700 rupees മാത്രം നിങ്ങൾ അടച്ചാൽ മതിയാകും. 300 രൂപ 10% നിങ്ങൾക്ക് അതിനകത്ത് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോ നിങ്ങൾ എല്ലാവരും തന്നെ 1,000 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ടുണ്ടാകും. ഇനി അടക്കുന്ന ഫീസ് ഉണ്ടല്ലോ, ഇനി അടക്കുന്ന ഫീസ് നിങ്ങൾ ഒരുമിച്ച് അടക്കുവാണെങ്കിൽ 1,700 രൂപ അടച്ചാൽ മതി. 1,700 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ 5 മാസക്കാലം നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. 5 മാസക്കാലം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ കിട്ടും, മൊഡ്യൂൾ എക്സാമുകൾ കിട്ടും, മോഡൽ എക്സാമുകൾ കിട്ടും, മെയിൻ എക്സാം ഉണ്ടാകും. ഓക്കെ, ഇതാണ് ഇതിന്റെ പിന്നെ ഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം. അടുത്തത് ഇതിന്റെ എക്സാം മോഡാണ്. എങ്ങനെയാണ് എക്സാം? നമ്മുടെ ഈ കോഴ്സിന്റെ എക്സാം നടക്കുന്നത് ഓൺലൈനായിട്ടാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലത്തിരുന്ന് നിങ്ങളുടെ സമയത്ത് ആ നിശ്ചയിക്കപ്പെടുന്ന ഇതിൽ നിങ്ങൾക്ക് എക്സാം എഴുതാനായി സാധിക്കുന്നതാണ്. Could you please turn off the transcript? ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ ഓൺ ആക്കിയിട്ടുണ്ടല്ലോ. ഒരു സെക്കൻഡ്. ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ ഓൺ ആക്കിയിട്ടിട്ടില്ല കേട്ടോ. ഒരു പക്ഷെ നിങ്ങളുടെ ഫോണിൽ ഓൺ ആക്കി കിടക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമായിരിക്കും. അതൊന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ ഓൺ ആക്കിയിട്ടിട്ടില്ല. ഓക്കെ, റൈറ്റ്. അപ്പോ നമുക്ക് തിരികെ വരാം. എക്സാമിന്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എക്സാം ഓൺലൈൻ എക്സാം ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഇരുന്നുകൊണ്ട് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ എക്സാമിനകത്ത് നിങ്ങൾ പാലിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. എക്സാമിനകത്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഇൻവിജിലേറ്റർ കൂടാതെ സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ നമുക്ക് ഈ കോഴ്സിന് 2 തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളാണ് നൽകുന്നത്. ഒന്ന് റീജിയണൽ സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കേഷൻ അതോറിറ്റി RSDCA സർട്ടിഫിക്കറ്റ്.
രണ്ടാമത്തേത് SDC കാനഡ, സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഓഫ് കാനഡ, ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ്. ഈ രണ്ട് സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെയും ഇൻവിജിലേറ്റേഴ്സ് ഷാഡോ ഇൻവിജിലേറ്റർമാരായി എക്സാം സമയത്ത് കയറുന്നതാണ്. ആ കാര്യം എല്ലാവരും ഓർമ്മയിൽ കുറിച്ചു വെക്കുക. നിങ്ങളുടെ എക്സാം വീഡിയോ, ലൈവ് സ്ട്രീമിംഗ് വീഡിയോ റെക്കോർഡഡ് ആയിരിക്കും. നിങ്ങൾ എഴുതുന്ന എക്സാം എഴുതുന്ന റെക്കോർഡ് വീഡിയോ, നിങ്ങളുടെ റെക്കോർഡ് വീഡിയോ സർട്ടിഫിക്കേഷൻ കൗൺസിൽ പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുക. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമുക്കൊരു ദുർചിന്ത തോന്നുകയാണ്. എങ്ങനെ? നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ചിട്ടൊന്ന് എഴുതി നോക്കാം. ടെക്സ്റ്റ് ബുക്ക് ക്യാമറയിൽ കാണാത്ത വിധത്തിൽ ഹൈഡ് ചെയ്ത് വെക്കാം. വെറുതൊരു തോന്നല. പക്ഷെ ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകൾ സ്വാഭാവികമായും അങ്ങോട്ടേക്ക് പോകില്ലേ? സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ മാനറിസത്തിനകത്ത്, ബോഡി ലാംഗ്വേജിനകത്ത്, നമ്മുടെ IRPSനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം അവർക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒരു പക്ഷെ ക്യാൻസൽ ചെയ്യപ്പെട്ടു പോയേക്കാം. ആയതിനാൽ ഒരു കാരണവശാലും അത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളിലേക്ക് പോകുവാനായി പാടുള്ളതല്ല എന്ന് ആദ്യമേ തന്നെ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഓക്കെ, ഇപ്പോ എക്സാമിന്റെ കാര്യം പറഞ്ഞു, ഫീസിന്റെ കാര്യം പറഞ്ഞു. ഈസ് ദ ടെക്സ്റ്റ് ബുക്ക് ഫോർ ദിസ് കോഴ്സ്? പറയാം. ഇപ്പോ നമ്മള് ടെക്സ്റ്റ് ബുക്ക്, നിങ്ങൾ എല്ലാവരും സംശയങ്ങളൊക്കെ റെഡിയാക്കി വെച്ചോട്ടാ. മുഴുവൻ പേരുടെയും സംശയത്തിന്റെ മറുപടി പറഞ്ഞിട്ട് ഞാൻ ഇനി കസേരന്ന് എഴുതുകയേ ഉള്ളൂ. ആദ്യം ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കാൻ പോകുന്ന സംശയങ്ങൾ ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങളായി വിശദീകരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് ഫീസ് കളക്ട് ചെയ്യുന്ന കാര്യമാണ്. എങ്ങനെയാണ് ഫീസ് കളക്ട് ചെയ്യുന്നത്? ഫീസ് കളക്ട് ചെയ്യുന്നതിന് നമ്മുടെ ഒരു അക്കൗണ്ട് സ്കീം ഉണ്ട്. സ്മാർട്ട് സിയില് ഒരു 10-12 ടീമായിട്ടാണ് നമ്മുടെ സ്റ്റാഫ് ടീം വർക്ക് ചെയ്യുന്നത്. അപ്പോ ഓരോരുത്തരും ഓരോരോ വിഭാഗങ്ങളാണ് കൈകാര്യം ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വേറെ എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടെങ്കിൽ, സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒരൊറ്റ ഫോൺ നമ്പറിൽ മാത്രം വിളിച്ച് ചോദിക്കുക. ഒരൊറ്റ ഫോൺ നമ്പർ. ആ നമ്പർ എല്ലാവരും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കേണ്ടതാണ്. ഞാൻ കമന്റ് ബോക്സിൽ ആ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്തിരുന്നത് 9235700300. ഒരു നമ്പർ കൂടി പോയില്ലേ? 9235700300. ഓർമ്മയിൽ വന്നെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ നമ്പർ എല്ലാവരും ഒന്ന് ഫോണിൽ സേവ് ചെയ്ത് വെച്ചേക്കുക. 9235700300. അത് എന്റെ ബിസിനസ് നമ്പർ ആണ്. രാവിലെ ഒരു 6:30 മുതൽ രാത്രി ഒരു 11-11:30 വരെയും നിങ്ങൾക്ക് അതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി സാധിക്കുന്നതാണ്. രാവിലെ മുതൽ രാത്രി ഒരു 11-11:30 വരെയും നിങ്ങൾക്ക് ആ ഫോണിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എപ്പോ വേണമെന്നുണ്ടെങ്കിലും വിളിക്കാം, എപ്പോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. ഞാൻ ഇതുപോലെ ഏതെങ്കിലും ഒരു ക്ലാസ്സിനകത്താണ് ഇരിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ വിളിച്ച സമയത്ത് എടുത്തെന്ന് വരില്ല. നിശ്ചയമായും നിങ്ങൾ തിരിച്ചു വിളിക്കുകയോ വാട്സപ്പിൽ കണക്ട് ചെയ്യുകയോ ചെയ്യും. വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിനകത്ത് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടാൽ ഓർ ഒരു വോയിസ് മെസ്സേജ് ഇട്ടാല് അതിന്റെ റിപ്ലൈ തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ, അപ്പോ ഇതാണ് കാര്യം. ഇനി അടുത്ത കാര്യം, ഫീസ് കളക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്കൗണ്ട്സ് ടീമാണ് നമ്മുടെ ഫീസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ വിളിക്കുന്നത്. അതിനവിടെ ചുമതലപ്പെടുത്തിയിട്ടുള്ള അക്കൗണ്ട്സ് ടീം വിളിക്കും. അവര് ഏതെങ്കിലും ഒരു അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് തരും. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് തരുന്നതാണ്. അവർ പറയുന്ന ആ അക്കൗണ്ട് നമ്പറിലേക്കാണ് നിങ്ങൾ പൈസ ഇട്ട് കൊടുക്കേണ്ടത്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അതിന്റെ ആധികാരികമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഞങ്ങൾ തരും. ഇത്രാം തീയതി മുതൽ ഫീസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇന്ന ആളുകൾ വിളിച്ചു തുടങ്ങും എന്ന് പറയും. അവരെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോ ഇതാണ് അതിന്റെ ഭാഗമായി പറയാനുള്ള കാര്യം. ഫീസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളെ മാസത്തിൽ ഒരു തവണ മാത്രമേ വിളിക്കുകയുള്ളൂ. ഒരു നിശ്ചിത ദിവസം നിങ്ങൾക്ക് ഫീസ് അടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിശ്ചിത ദിവസം നിശ്ചയിച്ചിട്ടുണ്ടാകും. ആ നിശ്ചിത ദിവസത്തിനുള്ളിൽ പരമാവധി പേർ ഫീസ് അടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങള് വേറൊരാൾക്ക് ചിന്തിക്കാൻ പോലും ആകാത്ത അത്രയും കുറഞ്ഞ ഫീസിലാണ് നിങ്ങളെ കോഴ്സുകൾ പഠിപ്പിക്കുന്നത്. ഇതിലൊരു ക്ലാസ് പോലും റെക്കോർഡ് ക്ലാസ്സുകളല്ല നിങ്ങൾക്ക് തരുന്നത്.
ഈ 5 മാസക്കാലവും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കിട്ടുക. അതിനാണ് നമ്മൾ ഈ 3000 രൂപ ആദ്യം ഫീസ് വാങ്ങുന്നത്. അപ്പൊ അങ്ങനെ ഫീസ് വാങ്ങുന്ന സമയത്ത് ആ ചെറിയ ഫീസ് ആണെങ്കിലും അത് കിട്ടുന്നതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. 10 പേരിൽ 1000 രൂപ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരു മാസം നമ്മുടെ വരുമാനത്തിന് കുറവ് വരുന്നത് 10000 രൂപയായിരിക്കും. അത് കിട്ടിയിട്ട് വേണം നമുക്ക് ജീവനക്കാരുടെ ശമ്പളം, ഓഫീസുകളുടെ വാടക, പിന്നെ ബാക്കിയുള്ള എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് ഒരു ശമ്പളം കൃത്യമായി ഒരു നിശ്ചിത ദിവസം കിട്ടും. നിങ്ങൾക്ക് ആ ശമ്പളം കിട്ടിയിട്ട് വേണം നിങ്ങൾ പാലിന്റെ പൈസ, പലചരക്കിന്റെ പൈസ, പത്രത്തിന്റെ പൈസ, മരുന്നിന്റെ പൈസ ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ദിവസം നിങ്ങൾക്ക് ആ ശമ്പളം കിട്ടിയില്ല എങ്കിൽ നിങ്ങളുടെ ആ ഒരു മാസത്തെ കാര്യങ്ങൾ മുഴുവനും അവതാളത്തിലാകില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും. അപ്പൊ ഒരു കാരണവശാലും ആ പറയുന്ന നിശ്ചിത തീയതി വിട്ടുകൊണ്ട് ഫീസ് അടക്കാനായിട്ട് അനുമതി തരുന്നതല്ല. നിങ്ങൾക്ക് പിന്നെ നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചേക്കാം. അപ്രതീക്ഷിതമായിട്ടുള്ള അസുഖങ്ങൾ, വേറെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ കൊണ്ടൊക്കെ ഫീസ് അടക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ അക്കൗണ്ട്സ് ടീമിനെയോ അല്ലെങ്കിൽ എന്നെയോ അറിയിക്കുക. സാർ, ഇന്ന പോലെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് എനിക്ക് ആ നിശ്ചിത ദിവസം ഫീസ് അടക്കാൻ സാധിക്കുകയില്ല, ഇത്രാം തീയതിയാണ് അടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. നമ്മൾ ആ ദിവസം വരെയും നിങ്ങളെ വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോ നിങ്ങൾ ഫീസ് അടക്കുന്ന നിശ്ചിത തീയതിക്ക് മുമ്പായി ഒരൊറ്റ ദിവസം, ഒരൊറ്റ തവണ മാത്രമേ നമ്മുടെ അക്കൗണ്ട്സ് ടീം നിങ്ങളെ വിളിക്കുകയുള്ളൂ. അതിനുശേഷം ഒരു തവണ നിങ്ങൾക്ക് ഒരു റിമൈൻഡർ മെസ്സേജ് ഇടും. അതല്ലാതെ നിങ്ങളെ വിളിക്കുന്നതല്ല. എന്നാൽ ആ നിശ്ചിത ദിവസം കഴിഞ്ഞിട്ടും നിങ്ങൾ ഫീസ് അടക്കുന്നില്ല എങ്കിൽ വീണ്ടും നിങ്ങളെ വിളിക്കുകയും മെസ്സേജ് ഇടുകയും ചെയ്യുന്നതാണ്. ഓക്കെ, ഇതാണ് ഫീസ് കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള കാര്യം. അടുത്ത കാര്യം പിന്നെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അതിനു മുമ്പ് നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. സർ, ക്യാൻ യു പ്ലീസ് ടെൽ മീ യുവർ നെയിം? ഐ ഹാവ് ടു സേവ് ദ നമ്പർ. ഓക്കെ, ഐ ആം ജയദേവ്. എന്റെ പേര് ജയദേവ് എന്നാണ്. സ്മാർട്ട് ശ്രീയുടെ മാനേജിംഗ് പാർട്ട്നേഴ്സിൽ ഒരാളാണ്. ഓക്കെ, ഞാനപ്പോ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഒറ്റ ചോദ്യം, ഓരോരുത്തരും മറുപടി പറയണേ. ചോദ്യം ഇതാണ്: നിങ്ങൾ ഒരു ദിവസം ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് ഫോൺ ഇങ്ങനെ മറച്ചു നോക്കുന്ന സമയത്താണ് നിങ്ങളുടെ ഫോണിലേക്ക് വെറും 3000 രൂപക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് 5 മാസത്തേക്ക് പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റർ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. സത്യമായിട്ടും ആ പോസ്റ്റർ ആദ്യം കണ്ടപ്പോ നിങ്ങൾക്ക് തോന്നിയത് എന്താണ്? ഒന്ന് പറയാമോ? ആയിട്ട് ഫേക്ക്. യെസ്, സാഹിറ ഷാഹി, അത് ഫേക്ക് ആണെന്ന് തോന്നി. ഓക്കെ, അടുത്ത ആള്. ഞങ്ങൾക്കിത് കുടുംബശ്രീ വഴിയാണ് വന്നത്. പിന്നെ അപ്പൊ എങ്കിലും പോസ്റ്റർ കണ്ടപ്പോ അത് 3000 രൂപയ്ക്ക് ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമോ? കാരണം 5 മാസം ലൈവ് ക്ലാസ് ഒക്കെ പറയുന്നുണ്ടല്ലോ. സെയിം അതാണ്. ജെറിന് അതേ സംശയം തോന്നി. ഉടായിട്ടില്ല. പോരട്ടെ ഉടായിപ്പാണെന്ന് തോന്നി. പഞ്ചായത്തിന്റെ എന്തെങ്കിലും പ്രോഗ്രാം ആയിരിക്കുമെന്ന് കാര്യം. സെയിം സാർ, സെയിം. ഓക്കെ, എന്താന്ന് വെച്ചാലേ ഓക്കെ മനസ്സിലായി, പറ്റിപ്പാണെന്ന് തോന്നി. ഞാൻ ദൗർഭാഗ്യകരമായ ഒരു കാര്യം പറയുന്നു. ദൗർഭാഗ്യകരമായ കാര്യം എന്താന്ന് വെച്ചാലേ, നമ്മള് ഒരു കാര്യം ആരോടെങ്കിലും പറഞ്ഞാല് തട്ടിപ്പുകാരാണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ആളുകളായി ഞങ്ങൾ മാറിയതാണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി. നമ്മളെ ഫേക്കാണെന്ന് തോന്നി. ഇവന്മാര് ഫ്രോഡുലന്റ് പരിപാടിയായിട്ട് നടക്കുന്ന ടീമാണ്. ഇതിന് ഒരു പോസ്റ്റർ കണ്ടാലേ, നമ്മുടെ ഏത് പോസ്റ്റർ കണ്ടാലും അങ്ങനെ തോന്നുന്നു. അതിന് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് പോസ്റ്റർ കണ്ടാലും തോന്നുന്നത് ഇവന്മാര് തട്ടിപ്പ് സംഭവം ഉണ്ടാവും. പിന്നെ 3000 രൂപക്ക് 5 മാസം ലൈവ് ക്ലാസ് കൊടുക്കാൻ പോവുകയാണ്. 5 മാസത്തെ കറണ്ട് കാശ് വരുമല്ല. 1 മണിക്കൂർ വീതം ലൈവ് ക്ലാസ്സിന് കമ്പ്യൂട്ടർ ഓണാക്കി, ഫാൻ ഓണാക്കി, ഇൻവെർട്ടർ ഓണാക്കി ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നതിന് 5 മാസത്തെ കറണ്ട് കാശ് 3000 രൂപ. അപ്പോഴാണ് ഇവന്മാർ 5 മാസം ടീച്ചർമാർക്ക് ശമ്പളവും കൊടുത്ത്, ടെക്നിക്കൽ ടീമിന് ശമ്പളം കൊടുത്ത്, മാർക്കറ്റിംഗ് ടീമിനെ വെച്ച്, അക്കൗണ്ട്സ് ടീമിനെ വെച്ച്, എക്സാം കൺട്രോൾ വിഭാഗത്തെയും സർട്ടിഫിക്കേഷൻ ടീമിനെയും ഓഫീസ് ടീമിനെയും വെച്ചുകൊണ്ട് 3000 രൂപക്ക് പറ്റിക്കാൻ പോണേ. അങ്ങനെയാ തോന്നുക. ഓക്കെ, സ്വാഭാവികമായ സംശയമാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം അത്തരത്തിലുള്ള ഒരു, അതല്ല സാർ ഇപ്പൊ എല്ലാവർക്കും അങ്ങനെയാണ് ചെയ്യുന്നത്. സത്യമാണെന്ന്,
അതാ ഞാൻ പറഞ്ഞോന്നേ, കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു വലിയ തീവെട്ടിക്കൊള്ളയുടെ ഭാഗമായിട്ട് നിലനിൽക്കണം. വലിയ തീവെട്ടിക്കൊള്ളയാണ് നടക്കുന്നത്. ഞങ്ങൾ പഠിപ്പിക്കുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്, അതിന്റെ PG കോഴ്സ് ഉണ്ട്. ആ PG കോഴ്സ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് 13,000 രൂപക്കാണ്. അവര് പഠിപ്പിക്കുന്നത് 1,13,000 രൂപക്കാണ്. 1 ലക്ഷം രൂപ കൂടുതലാണ്. അവർ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ സർവീസ് ഞങ്ങൾ കൊടുക്കുന്നു, കൂടുതൽ ലൈവ് ക്ലാസ് കൊടുക്കുന്നു, മോക്ക് ടെസ്റ്റ് കൊടുക്കുന്നു. കേരളത്തിൽ വേറൊരാളും മോക്ക് ടെസ്റ്റുകൾ ജോബ് കോഴ്സുകൾക്ക് കൊടുക്കാറില്ല. ഞങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന്. അത് കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഓക്കെ, ഞങ്ങൾ ഈ ഫീസ് സ്ട്രക്ചർ പഠിപ്പിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ഞാൻ എന്റെ എല്ലാ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലും പറയാനുള്ള കാര്യമാണ്. എല്ലാ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലും നമ്മളൊരു കോഴ്സ് ഡിസൈൻ ചെയ്യുമ്പോഴേ കയ്യില് ഒരു മാസം 2,000 രൂപ ചുരുട്ടിപ്പിടിക്കാൻ പറ്റാത്ത ഒരുപാട് വീട്ടമ്മമാര് ഈ കേരളത്തിനകത്തുണ്ട്. ഒരു മാസം 2,000 രൂപ ഒരുമിച്ച് കൂട്ടിപ്പിടിക്കാനായിട്ട് അവർക്ക് പറ്റൂല, അവരുടെ ജീവിത സാഹചര്യം കൊണ്ട്. അത്തരത്തിലുള്ള വീട്ടമ്മമാരെയാണ് ഞങ്ങൾ ഓർക്കുക. അവർ വിദ്യാസമ്പന്നനായിരിക്കും, ജീവിതത്തിന്റെ ഒരു പ്രത്യേക സന്ദർഭത്തില് അവർ വീടിനകത്ത് പെട്ടുപോയിട്ടുണ്ടാകും. അടുക്കള എന്ന് പറയുന്ന ഒരു തടവറക്കകത്ത് പെട്ടുപോയിട്ടുണ്ടാകും അവര്. മനസ്സിലായി? ആ അടുക്കളയുടെ തടവറയെ പൊട്ടിച്ചെടുത്ത് പുറത്ത് കടക്കണമെന്നുള്ള ഇച്ഛാശക്തിയുണ്ട്. പക്ഷെ അതിനാവശ്യമായിട്ടുള്ള മൂലധനം, അതിനാവശ്യമായിട്ടുള്ള പണം അവരുടെ കയ്യിലില്ല. പണം കയ്യിലില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഈ നാടിനകത്തെ ഒരാളും പഠിക്കാതിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ഞങ്ങളുടെ തലച്ചോറിലേക്ക് ഒരു കൊള്ളിയാൽ മിന്നുന്ന പോലെ കടന്നു വരുന്ന ചിന്ത. അതിന്റെ ഭാഗമായിട്ടാണ് 40,000-നും 60,000-നും 3 മാസത്തെ ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിപ്പിക്കുമ്പോൾ 3,000 രൂപക്ക് പഠിപ്പിക്കുക എന്നുള്ള വിപ്ലവകരമായിട്ടുള്ള തീരുമാനം ഞങ്ങൾ എടുത്ത് മുന്നോട്ടേക്ക് പോകുന്നു. ഓക്കെ, അപ്പോ ഈ കോഴ്സിനകത്ത് നിങ്ങൾ ചേർന്നു എന്നുള്ളത് ഞങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനത്തിന് നിങ്ങൾ നൽകിയ പിന്തുണയായി ഞങ്ങൾ അതിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നു. ഓക്കെ, വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഫേക്ക് ആയിട്ടുള്ള കാര്യമല്ല. എന്റെ മുഖത്തോട്ട് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ തട്ടിപ്പുകാരനാണെന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ, പോട്ടെ, വിട്ടുകളാം. അപ്പോ അടുത്ത കാര്യത്തേക്ക് നമുക്ക് കിടക്കാം. ഈ ക്ലാസ്സിനകത്ത് എന്റെ ഒരുപാട് വിദ്യാർത്ഥികൾ കേട്ടോ. ഞാനതുകൊണ്ടാണ് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസ്സിനകത്ത് നമ്മുടെ വേറെ പല കോഴ്സുകൾക്ക് ചേർന്നിട്ടുള്ള കുട്ടികൾ എഴുതുന്നത് ഇതിനകത്ത്. അപ്പോ അവരും കൂടി ഉണ്ട് ഈ ക്ലാസ്സിനകത്ത്. ഈ ഞാൻ പറയാറുണ്ട് പൊതുവെ, വഴി കൂടെ നടന്നു പോകുമ്പോഴേ ദേവസി ചേട്ടന്റെ ചാള ഒരു വശത്തും മേരി ചേച്ചിയുടെ ചാള മറുവശത്തിന്റെ കുട്ടികൾ നടന്നു പോകുമ്പോഴ് ദേവസി ചേട്ടൻ ചാള വെക്കുന്നത് 200 രൂപക്കും മേരി ചേച്ചി ചാള വെക്കുന്നത് 50 രൂപക്കുമാണ്. നമുക്ക് തോന്നുന്ന ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേരി ചേച്ചിയുടെ ചാള ചീഞ്ഞ ചാളയായിരിക്കും എന്നാണ് തോന്നുക. 200 രൂപയുടെ ചാള വെക്കുന്ന ദേവസി ചേട്ടന്റെ ചാള നല്ല ചാളയായിരിക്കും, പച്ചമീനായിരിക്കും എന്ന് നമുക്ക് തോന്നും. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് അത്തരത്തിലുള്ള പ്രശ്നമുണ്ട്. ഈ പോസ്റ്റർ കണ്ടപ്പോ ആദ്യം നിങ്ങൾക്ക് തോന്നിയത് ഇത് ഫ്രോഡാണെന്നാണ്. രണ്ടാമത്തേത് ഇപ്പൊ ക്ലാസ്സൊക്കെ തുടങ്ങിയപ്പോ ഇംഗ്ലീഷ് ചടപടാന്ന് പറയുന്ന ഒരു ടീച്ചറാണ് നമുക്ക് ഫസ്റ്റത്തെ ക്ലാസ് 10 മിനിറ്റ് ക്ലാസ് എടുക്കുന്നത്. കുറെ പേര് ഗ്യാസ് പോയി, കുറെ പേര് വിചാരിച്ച് കൊള്ളാം സംഗതി, ആദ്യത്തെ ഇൻട്രോ കൊള്ളാം എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞത് വേറൊരു സാർ കോട്ടും ഷൂട്ടൊക്കെ വന്നിരുന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇതൊക്കെ പറഞ്ഞു തന്ന ക്ലാസ്സൊക്കെ എടുത്തിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ സർട്ടിഫിക്കറ്റിന് എല്ലാം വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണോ? സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണോ? എന്താവില്ല. 3,000 രൂപ കോഴ്സ് അല്ലേ? 3,000 രൂപ കോഴ്സിന് എന്ത് സർട്ടിഫിക്കറ്റ് ആണ്? കുറുക്ക് കൊണ്ട് തിന്നാൻ പോലും പറ്റാത്ത ഏതെങ്കിലും ഒരു പേപ്പർ ആയിരിക്കും തരുന്നത് എന്നായിരിക്കും രണ്ടാമത്തെ ചിന്ത നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, ഈ പോസ്റ്റർ കാണുന്നവർക്ക്. ഞാൻ എല്ലാവരും പറയാനുള്ള കാര്യമുണ്ട്. എനിക്ക് ഒരു ദിവസം 8-9 കോൾ വരും. എന്താണെന്നറിയോ? ഈ വരുന്ന കോളിന്റെ ഉദ്ദേശം ഇതാണ്: നിങ്ങൾ തട്ടിപ്പുകാരാണോ അല്ലയോ അതറിയണം. അപ്പൊ നേരിട്ട് ചോദിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഇങ്ങനെ കുത്തി ഫോൺ വിളിച്ചിട്ട് ഹലോ സ്മാർട്ട് സിറ്റി അല്ലേ, പിന്നെ കുത്തി ചോദ്യമാണ്. ഓരോ ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കും. ഈ ചോദ്യത്തിന്റെ ഒരു സ്ലാങ് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇത് നമ്മ തട്ടിപ്പുകാരാണോ അല്ലയോ എന്നറിയാൻ വേണ്ടിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മുടെ തെളിവുകൾ അങ്ങോട്ടേക്ക് നിരത്തും. എന്ത് നമ്മ തട്ടിപ്പുകാരല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറെ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ അങ്ങോട്ടേക്ക് നിരത്തും. നമ്മള് കേന്ദ്ര ഗവൺമെന്റിന്റെ MSME രജിസ്ട്രേഷനും കേരള ഗവൺമെന്റിന്റെ KSFT രജിസ്ട്രേഷനും പിന്നെ ITR-ഉം ഒക്കെ അടച്ച് പാൻ കാർഡ് ഒക്കെ സ്വന്തമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. പഞ്ചായത്തിന്റെ ടൂർ ലൈസൻസ് എല്ലാ കാര്യങ്ങളും കൂടി വെച്ചിട്ട് പ്രവർത്തിക്കുന്ന
പൂർണ്ണമായും ലീഗൽ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ഓക്കെ, നമുക്ക് ഇവിടെ 126 സ്റ്റാഫാണ് ഇപ്പോൾ ഉള്ളത്. 126 സ്റ്റാഫും 126 ജീവനക്കാരും 5 ഓഫീസുകളിലുമായിട്ടാണ് നമ്മുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ഓഫീസുകള് പാലിയം സമരം നടന്നിട്ടുള്ള ചേന്നമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഒന്ന്, മറ്റൊന്ന് മലക്കോടം എന്ന് പറയുന്ന സ്ഥലത്ത്, അത് ചേന്നമംഗലം പഞ്ചായത്തിൽ തന്നെയാണ്. മറ്റൊരു ഓഫീസ് വർക്ക് ചെയ്യുന്നത് വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ തിരുത്തിപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇത്രയും സ്ഥലത്തായിട്ടാണ് നമ്മുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ഇപ്പോ എന്റെ നമ്പർ നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടല്ലോ. അടുത്ത ദിവസം വീണ്ടും നമ്മുടെ ഓരോ സ്റ്റാറ്റസുകളും മറ്റും നിങ്ങൾക്ക് കാണാനായി സാധിക്കും. നമ്മുടെ കോൺവെക്കേഷൻ സെറിമണികൾ, നമ്മുടെ ടൂർ പ്രോഗ്രാമുകൾ, നമ്മുടെ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഘടിപ്പിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ, ഞങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടിയിട്ട് വേറെ കുറെ കാര്യങ്ങൾ കൂടിയിട്ടൊക്കെ ചെയ്യാറുണ്ട്. അതിന്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാ വീഡിയോയുടെ ഇൻസ്റ്റയുടെ ലിങ്ക് ഞാൻ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ട് തരാം. അതിനകത്ത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോ എന്റെ ഒരു അഭ്യർത്ഥന, എല്ലാവരും ഇൻസ്റ്റയിൽ കയറുക, ലൈക്ക് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത കാര്യം പറയാൻ പോകുന്നത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്താ, 3000 രൂപക്ക് പഠിപ്പിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് വിലയില്ലാത്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ഫോളോ ചെയ്യുന്നുണ്ട്? ഓക്കെ, താങ്ക് യു. സർട്ടിഫിക്കറ്റ് വിലയില്ലാത്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കും എന്നാണ് നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു ധാരണ. ആ സർട്ടിഫിക്കറ്റിന് വിലയുണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കേണ്ടത് നിങ്ങളാണ്. സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഞാൻ പറയാം. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ ആ സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കുക. റീജിയണൽ സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കേഷൻ അതോറിറ്റി RSDCA 6 ഫീച്ചേഴ്സ് ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഒന്ന്, സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സ്വയംഭരണ സ്ഥാപനമായിട്ടുള്ള നാഷണൽ ലെവലിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ കൗൺസിലാണ് RSDCA. അതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് തരുന്നത്. നമ്പർ ടു എന്താണ്? അത് ISO സർട്ടിഫിക്കറ്റ് ആണ്. നമ്പർ 3, ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. നമ്പർ 4, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. അതിൽ രജിസ്റ്റർ ചെയ്യാറുണ്ടല്ലോ നമ്മൾ. 10ാം ക്ലാസ് കഴിയുമ്പോൾ, +2 കഴിയുമ്പോൾ, ഡിഗ്രി കഴിയുമ്പോൾ, ഇതെല്ലാം ചെന്ന് നമ്മൾ എംപ്ലോയ്മെന്റിൽ ചെന്നിട്ട് അതിനോടൊപ്പം നമ്മൾ അറ്റാച്ച് ചെയ്യാറുണ്ടല്ലോ. നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷനോടൊപ്പം ആഡ് ചെയ്യാവുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. 5, ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ. എന്താണ് ഇന്ത്യൻ എംബസി? ഇന്ത്യ ഗവൺമെന്റിന്റെ, ഇന്ത്യയിൽ നിന്നുള്ള പൗരന്മാർ പുറത്തേക്ക് പോകുമ്പോൾ, വിദേശത്തേക്ക് പോകുമ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഔദ്യോഗിക സ്ഥാപനമാണ് ഇന്ത്യൻ എംബസി. ആ ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഈ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷനിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ ഒരു തട്ടിപ്പ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ, വിലയില്ലാത്ത സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഇന്ത്യൻ എംബസി അങ്ങനെ സാക്ഷ്യപ്പെടുത്തോ? ഇല്ല. അപ്പോ ഇന്ത്യൻ എംബസി സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റ് ആണ്. അടുത്തത് മോഫ അറ്റസ്റ്റേഷൻ, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, ഹോം മിനിസ്ട്രി, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഏത് സർട്ടിഫിക്കറ്റ്? RSDCA സർട്ടിഫിക്കറ്റ്. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് RSDCA. അടുത്തത് നമുക്ക് പരിശോധിക്കാം. അത് ഈ RSDCA സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഈ കോഴ്സിനോടൊപ്പം അറ്റാച്ച്ഡ് ആണ്. നിങ്ങൾക്കറിയാം 3000 രൂപ ഫീസ്, എക്സാം ഫീസ്, പിന്നെ നിങ്ങൾ അടയ്ക്കേണ്ടത് 5ാം മാസത്തിലാണ്. അത് 2000 രൂപയാണ്. ആ എക്സാം ഫീസ് അടക്കുന്നതിൽ അറ്റാച്ച്ഡ് ആണ് RSDCA സർട്ടിഫിക്കറ്റ്. RSDCA സർട്ടിഫിക്കറ്റ് എക്സാം ഫീസ് അടക്കുന്നതിൽ അറ്റാച്ച്ഡ് ആണ്. അതിന് വേറെ പ്രത്യേകമായി പൈസയൊന്നും തരേണ്ടതില്ല. എന്നാൽ മറ്റൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് SGC കാനഡ, സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഓഫ് കാനഡ എന്ന് പറയുന്ന ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ആ സർട്ടിഫിക്കറ്റിന്റെ പ്രത്യേകത, അത് ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. എന്താണ് ഓൺലൈൻ വെരിഫിക്കേഷൻ? ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നും ആ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത പരിശോധിക്കാനായിട്ട്
എംപ്ലോയർക്ക് സാധിക്കും. നിങ്ങളൊരു എംപ്ലോയറുടെ മുന്നിൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് സമർപ്പിക്കുമ്പോൾ ആ സർട്ടിഫിക്കറ്റിനകത്ത് ഒരു QR കോഡ് ഉണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ പോകുന്നത് STC കാനഡയുടെ വെബ്സൈറ്റിലേക്കാണ്, RSTCയുടെ വെബ്സൈറ്റിലേക്കാണ്. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു സീരിയൽ നമ്പർ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. ആ സീരിയൽ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ പേര് ആൾട്രിക് അഗസ്റ്റിൻ, എന്റെ മുന്നിൽ കണ്ടൊരു പേരാണ്. ആൾട്രിക് അഗസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ആൾട്രിന്റെ ഫോട്ടോയും ബാക്കി ഡീറ്റെയിൽസും അക്കാഡമിക് പെർഫോമൻസും എല്ലാം അതിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്. ലോകത്തിലെ 140-ലേറെ രാഷ്ട്രങ്ങളിലെ തൊഴിൽ നൈപുണ്യത്തിന്റെ ഔദ്യോഗിക വക്താവായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് STC കാനഡ എന്ന് പറയുന്ന സ്ഥാപനം. ഓക്കെ, ആ സ്ഥാപനത്തിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് തരുന്നത്. ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റിന് പ്രത്യേകം പേയ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. അത് എല്ലാവരും വാങ്ങണമെന്നില്ല. നിങ്ങൾ കേരളം വിട്ടു പോകാനായി ആഗ്രഹിക്കാത്ത ആളാണെന്ന് വിചാരിക്കുക. തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാനോ, തൊട്ടടുത്തുള്ള പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനോ, മസ്ജിദിൽ പോയി നിസ്കരിക്കാനോ, പുഴയിൽ മുങ്ങിക്കുളിക്കാനോ ഒക്കെ ആഗ്രഹിച്ച് നമ്മുടെ നാട്ടുപാടങ്ങളിലൂടെ കാറ്റേറ്റ് നടക്കാനൊക്കെ ആഗ്രഹിച്ച് ഗൃഹാതുരത്വം തുളുമ്പി നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതില്ല. കാരണം നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ വേണ്ടി ആലോചിക്കുന്നേയില്ല. വിദേശത്തേക്ക് പോകുന്ന ആളുകൾക്ക് വേണ്ടിയാണ് STC കാനഡ സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രധാനമായും ഇഷ്യൂ ചെയ്യുന്നത്. എന്താ കാരണം? ഡ്യുവൽ സർട്ടിഫിക്കേഷനുള്ള സ്കിൽ കോഴ്സുകളെ പ്രീമിയം കോഴ്സുകളായിട്ടാണ് വിദേശങ്ങളിൽ പരിഗണിക്കാറുള്ളത്. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത് അതൊരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് വിദേശത്തേക്ക് പോകുന്നവരാണ് പ്രധാനമായും ഈ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് എന്ന് പറയുന്ന കാരണം. ഓക്കെ, നിങ്ങൾക്ക് STC കാനഡയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ എക്സാം സമയത്ത് തന്നെ പറയുകയും ആ സമയത്ത് തന്നെ അതിന്റെ പണം അടക്കുകയും വേണം. എക്സാം സമയത്ത് തന്നെ എടുത്താൽ നാട്ടിലും പുറത്തും വർക്ക് ചെയ്തുകൂടെ? യെസ്, നാട്ടിലും പുറത്തും വർക്ക് ചെയ്യാം. നാട്ടിൽ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് RSTCയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അഡീഷണൽ ആയിട്ട് STCയുടെ സർട്ടിഫിക്കറ്റ് കൂടി എടുത്ത് വെക്കാം. നോ പ്രോബ്ലം, ഒരു പ്രശ്നവുമില്ല. പക്ഷെ വിദേശത്തേക്ക് പോകുന്നവർക്ക് അതൊരു പ്രയോറിറ്റി, ഒരു മുൻഗണന നൽകും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോ അതിന്റെ പൈസ ആ സമയത്ത് തന്നെ, എക്സാം സമയത്ത് തന്നെ അടയ്ക്കേണ്ടതുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ രണ്ട് സർട്ടിഫിക്കറ്റിന്റെയും ഡേറ്റ് രണ്ട് രീതിയിലായി പോകും. അങ്ങനെ വന്നാൽ അത് എംപ്ലോയറുടെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾ STC കാനഡയുടെ സർട്ടിഫിക്കറ്റ് കോഴ്സ് കഴിഞ്ഞ ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് മേടിക്കാൻ ആലോചിക്കുന്നത് വിചാരിക്കും. വിദേശത്തേക്ക് പോകാൻ വേണ്ടിയാണെന്ന് അപ്പോഴാണ്, അതുവരെ ആലോചിച്ചിട്ടില്ല നിങ്ങൾ. പെട്ടെന്നൊരു സമയത്ത് വന്നു. അപ്പോ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ RSTCയുടെ സർട്ടിഫിക്കറ്റ് ഒരു പക്ഷെ 2025 മാർച്ചിലും STCയുടെ സർട്ടിഫിക്കറ്റ് 2025 സെപ്റ്റംബറിലും ആയിരുന്നു. ഒരു സമയത്ത് ചെയ്ത ഒരേ കോഴ്സിന് 2 ഡേറ്റിലുള്ള സർട്ടിഫിക്കറ്റ് തരുമ്പോൾ വിശ്വാസ്യതക്ക് പ്രശ്നം ഉണ്ടാകും. ആ കാരണം കൊണ്ടാണ് ആ സർട്ടിഫിക്കറ്റ് ഒരുമിച്ച് വാങ്ങണം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം. അടുത്തത് ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ്. ഇന്റേൺഷിപ്പ് ഈ മേഖലകത്ത് പ്രധാനമാണ്. വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ്? ഞാൻ പറയാം. ടോട്ടൽ കോസ്റ്റ് 5000 രൂപയാണ് കേട്ടോ, 5000 രൂപ. പിന്നെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതിന്റെ ശാസ്ത്രീയമായ സിദ്ധാന്തങ്ങളാണ്. സയന്റിഫിക് തിയറീസ് ആണ് നിങ്ങൾ ഇവിടെ പഠിക്കുന്നത്. ഈ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ, പ്രയോഗിക്കാൻ നിങ്ങൾക്കൊരു അവസരം വേണം. ആ അവസരത്തിന് നിങ്ങൾക്ക് വിവിധങ്ങളായിട്ടുള്ള കമ്പനികളിൽ ഇന്റേൺഷിപ്പ് എടുക്കാം. ഇന്റേൺഷിപ്പ് നിങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നമ്മുടെ പ്ലേസ്മെന്റ് സെല്ല് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അതുകൂടാതെ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നിങ്ങൾക്ക് തരുന്നതാണ്. എന്താണ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്? പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ജോലി കഴിഞ്ഞു ഈ മേഖലയിൽ ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപൂർണങ്ങളായിട്ടുള്ള സഹായങ്ങൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു തരും. എന്തിന്റെ അടിസ്ഥാനത്തിൽ? നിങ്ങളുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ. 3 രീതിയിലാണ് നമ്മൾ ആ കാര്യങ്ങൾ നിർവഹിക്കുക. ഒന്നാമത്തേത്, ഇവിടുത്തെ മുഴുവൻ പ്രൈവറ്റ് കമ്പനികളുടെയും HR ഡിപ്പാർട്ട്മെന്റിന്റെ ഡാറ്റ
നിങ്ങൾക്ക് ഇട്ട് തരും. ആ ഡാറ്റ എന്ന് പറയുന്നത് മെയിൽ ഐഡിയും ഫോൺ നമ്പറും നിങ്ങൾക്ക് ഇട്ട് തരും. നിങ്ങൾക്ക് സൗകര്യപ്രദമായ നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഈ കോഴ്സ് ഈ ആ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് എടുക്കാൻ അവരെ സമീപിക്കാം. ഇന്റേൺഷിപ്പ് തരാൻ വേണ്ടി കമ്പനിക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ പണിയെടുക്കാൻ പൈസ കൊടുക്കാതെ ആളെ കിട്ടുന്ന ഒരു പണിയാണ് ഇന്റേൺഷിപ്പ്. നമ്മളിപ്പോ 3 മാസം അല്ലെങ്കിൽ 4 മാസമൊക്കെ പോയി പണിയെടുക്കും. ബസ് കാശ് കിട്ടിയാൽ കിട്ടി, സ്റ്റൈഫൻഡ് എന്നുള്ള പേരില്, ഇല്ലെങ്കിൽ കിട്ടൂല. അപ്പൊ അവര് നോക്കുമ്പോ എന്താ, നല്ല തട്ടിമിടുക്കുള്ള 3-4 പേര്, 3-4 പെൺകുട്ടികളും ആൺകുട്ടികളും വന്നാല് ഇന്റേൺഷിപ്പ് 4 പേര് വന്നിട്ടുണ്ടെങ്കിൽ 4 ലേബറാണെന്ന്. ഒരു ആൾക്ക് ചുരുങ്ങിയത് 500 രൂപ വെച്ച് കൂട്ടിയാലേ ഒരു ദിവസം 2000 രൂപയുടെ ലാഭമാണ് കമ്പനിക്ക് ഉണ്ടാവുന്നത്. പണിയെടുക്കാൻ 4 പേര് കിട്ടിയാണ് ഇന്റേൺഷിപ്പ്. എന്തു പണിയും പിടിപ്പിക്കാം. മറ്റേത് ക്ലർക്കിന്റെ പണിയാണ് ക്ലർക്ക് ചെയ്യുള്ളൂ. ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ അവര് ചെയ്യൂലല്ലോ. പക്ഷെ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോ അങ്ങനെയല്ല, എന്ത് പണിയും ചെയ്യിപ്പിക്കും. ആ പണി എടുക്കാനായിട്ട് നമ്മൾ സന്നദ്ധമായിരിക്കണം. അപ്പോ വേക്കൻസി എങ്ങനെ അറിയാൻ പറ്റും? അതാ പറഞ്ഞു വരുന്നത്. അപ്പോ ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിയിപ്പുകൾ നമ്മുടെ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ്. അതാണ് ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടു. HR ഡിപ്പാർട്ട്മെന്റിന്റെ ഡാറ്റ അതിൽ നിങ്ങൾ CV അയക്കുക. അവിടെ നിങ്ങൾ ഇന്റർവ്യൂവിന് വിളിക്കും. ഇന്റർവ്യൂവിൽ നിങ്ങൾ ചെയ്യുന്ന പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടുക. പ്രധാനപ്പെട്ട പോയിന്റ്, നിങ്ങൾ പെർഫോം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പറയാറുണ്ട്, നിങ്ങൾ ഫീസ് അടച്ചോ, 1000 രൂപ ഫീസ് അടച്ചോ, 5000 രൂപ ഫീസ് അടച്ചോ, നിങ്ങൾക്ക് ജോലി ഉറപ്പ്, 100% പ്ലേസ്മെന്റ്. ഞങ്ങൾ പറയുന്നു 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഒറ്റ ഡൗട്ട് ചോദിച്ചോ, 100% പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോഴും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് തോന്നിയ കാര്യം ഉണ്ടാവും പറഞ്ഞേ? ആരെങ്കിലും ഒരാൾ പറയാമോ? 100% പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നിയ കാര്യം? കമോൺ ആരുമില്ലേ? 100% പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് തോന്നുന്ന കാര്യം എന്താണ്? ജോബ് ഉറപ്പ്. യെസ്, ഷാജറ പറഞ്ഞു, അതാണ്. അപ്പൊ നമ്മൾ ആലോചിക്കും, അവിടെ 3000 രൂപ ഫീസ് ഉള്ളൂ, ഇവിടെ 60000 രൂപ ഫീസാണ്. അതിൽ ആദ്യത്തെ 5000 രൂപ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴ്സിൽ ചേരാം. ഇവര് 100% പ്ലേസ്മെന്റ് എന്ന് പറയുന്നു. അവര് വെറും 3000 രൂപ മേടിച്ചിട്ട് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുന്നു. പക്ഷേ ഫലത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്. എങ്ങനെയാണ് അത് ഒന്നാകുന്നത്? അവര് 100% പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ചെയ്തു തരുന്ന കാര്യം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഇതുപോലെ കമ്പനികളുടെ വേക്കൻസികൾ നിങ്ങളെ അറിയിക്കും. ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടത് ആരാണ്? നിങ്ങളാണ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടത്. ഇന്റർവ്യൂ ബോർഡ് ഇരിക്കുന്ന ഡോർ സ്റ്റെപ്പ് വരെ മാത്രമേ നിങ്ങൾക്ക് ചെല്ലാനായി സാധിക്കുകയുള്ളൂ. അവിടം വരെ നിങ്ങൾക്ക് പോവാ. എവിടെ? ഈ പ്ലേസ്മെന്റുകാരെ പറഞ്ഞ ആൾക്കാർക്ക് നിങ്ങളുടെ ഒപ്പം വരാവുന്നത്. ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ ഒറ്റയ്ക്ക് ചെന്ന് നിൽക്കേണ്ടത് നിങ്ങളാണ്. പെർഫോം ചെയ്യേണ്ടത് നിങ്ങളാണ്. കസേര ചെന്നിരിക്കേണ്ടത് നിങ്ങളാണ്. ഇതെല്ലാം ചെയ്യേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ അവിടെ നടത്തുന്ന പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. ഓക്കെ, ആ സെയിം കാര്യം തന്നെയാണ് ഞങ്ങൾ ഏർപ്പാടാക്കി തരുന്നത്. ജോലി വേക്കൻസികൾ അന്വേഷിച്ചറിഞ്ഞ് വേക്കൻസികൾ ഉള്ള മുറക്ക് നിങ്ങളെ അത് അറിയിക്കുകയും ആ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇന്റർവ്യൂവിൽ പോവുകയും അവിടെ പെർഫോം ചെയ്യുകയും ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. അവര് ചെയ്യുന്നത് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ്. 100% പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഫ്രോഡലന്റ് ഓഫർ ആണ്. അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറയുന്ന ഒരു തട്ടിപ്പ് വാചകമാണ് 100% പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. 100% പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും അവര് ജോലി വാങ്ങി കൊടുക്കണം. നിങ്ങളെ കുറിച്ച് ആദ്യം വിളിക്കുമ്പോൾ ആകെ അറിയാവുന്നത് നിങ്ങളുടെ പേരറിയാം, ഫോൺ നമ്പർ അറിയാം. നിങ്ങളുടെ അക്കാദമിക് മികവ് എന്താണെന്ന് അവർക്ക് അറിയില്ല, പെർഫോമൻസ് ലെവൽ എന്താണെന്ന് അറിയില്ല, നിങ്ങളുടെ ഐക്യു ലെവൽ എന്താണെന്ന് അവർക്ക് അറിയില്ല, നിങ്ങൾ എങ്ങനെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതും നിങ്ങളുടെ ഇടപെടലുകൾ എങ്ങനെയാണെന്ന് അവർക്ക് അറിയില്ലാന്ന്. അങ്ങനെ അറിയാത്തൊരു വിദ്യാർത്ഥിയോട് വളരെ ബ്ലൈൻഡ് ആയിട്ട് ഇവർ പറയാണ് 100% പ്ലേസ്മെന്റ് എന്ന് പറയാണ്. അത് തട്ടിപ്പാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ പറയുന്നത് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങൾ ഇന്റർവ്യൂവിൽ പാസ്സാകണം. ഇന്റർവ്യൂവിൽ പാസ്സാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ ഗ്രൂമിംഗ് ക്ലാസ് സൗജന്യമായി നിങ്ങൾക്ക് തരും.
ഇന്റർവ്യൂ ഗ്രൂമിംഗ് ക്ലാസ് സൗജന്യമായിട്ട് നിങ്ങൾക്ക് തരുന്നു. കാരണം ഇതിനകത്ത് ഒരുപാട് പേര് വീട്ടമ്മമാര് കോളേജിൽ ഞാൻ എല്ലാ ഇതിലും പറയാവുന്നതാണ്. കോളേജിൽ പൂത്തുമ്പികളെ പോലെ മാറി നടന്നവരാണ്. പൂത്തുമ്പികൾ മാറി നടന്ന പോലെ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു എന്നറിയോ? ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ഈ വിളക്കില് പൂത്തുമ്പിയുടെ മറ്റേ ഈ അമ്മാത്ര ചിറക് കത്തിപ്പോണ പോലെ പൂത്തുമ്പിയുടെ 2 ചിറകം വെട്ടിക്കളഞ്ഞു. കല്യാണം കഴിപ്പിച്ചതാ. സംഗതി അതോട് കൂടിയിട്ട് കണ്ട കിനാവുകള് മുഴുവനും പെരിഞ്ഞു തുടങ്ങി. കണ്ട കിനാവ് മുഴുവനും പോയി. കോളേജിലെ വൈബ്രന്റ് കേളായി നടന്ന ആളാണെന്ന്. അങ്ങനെ ജീവിക്കും ഇങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ ആളാണ്. വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നു പണി കഴിഞ്ഞ് പണിയെടുത്ത് നടുവൊടിഞ്ഞിട്ട് വീടിന്റെ മിറ്റത്തുനിന്നല്ല സിറ്റ് ഔട്ട് ചെയ്ത് മിറ്റത്തേക്ക് ഇറങ്ങാൻ സമയം കിട്ടണില്ല. ആ രീതിയിൽ വീട്ടമ്മമാര് മാറി. കുറെ നാൾ പഠിക്കാൻ തന്നെ വീട്ടമ്മമാരുണ്ട് ഇതിനകത്ത്. പഠനവുമായി ടച്ച് മുഴുവൻ വിട്ടിട്ട് ഒരു ബന്ധവുമില്ലാതെ വീണ്ടും പഠിക്കാൻ വന്നിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് 3000 രൂപയേ ഉള്ളൂ കോഴ്സ് ഫീസ്. അത് പോകണമെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചും പഠിക്കാൻ കയറിയിട്ടുള്ള ആളുകളുണ്ട് ഇതിനകത്ത്. ഓക്കെ, കുറെ ആളുകള് ഈ മേഖലയിൽ ഒരു ജോലി വാങ്ങണം. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഞാൻ HR ഡിപ്പാർട്ട്മെന്റിലെ ജോലി ചെയ്യൂ എന്നുള്ള ഒരു പാഷൻ ഉള്ളിൽ കൊണ്ട് നടന്ന് ഇതിൽ കയറിയിട്ടുള്ള ആളുകളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്റെ വിചാരണ തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോട്ടോ. എന്റെ വിചാരം തെറ്റാണെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റിൽ അകത്തെ ജോലി വാങ്ങൂ എന്ന് പറഞ്ഞ് പിന്നെ ഗൾഫിലുള്ള ചേട്ടനെ കിട്ടൂ എന്ന് പറഞ്ഞിരിക്കണം ചില ചേച്ചിമാരുണ്ടല്ലോ. അതുപോലെ HR ഡിപ്പാർട്ട്മെന്റിലെ ഞാൻ ജോലി വാങ്ങൂ എന്ന് പറഞ്ഞിട്ട് ഈ കോഴ്സ് പഠിക്കാൻ വന്നിട്ടുള്ള ആളുകളല്ല നിങ്ങൾ. ഈ ഭൂരിപക്ഷം പേര് 3000 രൂപ കോഴ്സ് കണ്ടപ്പോ പഠിക്കാൻ വന്നു. ജോലി കിട്ടാവുന്ന ഒരു സാധ്യത. പുതിയ കാലത്തെ കോഴ്സാണ്. നമ്മുടെ സാമ്പത്തികനുസരിച്ചിട്ട് പഠിക്കാം. ഓൺലൈൻ മീഡിയമാണ്. ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോ ഇത് കുറെ പേര് ബ്രേക്ക് എടുത്ത് പഠിക്കുന്നവരാണ്. അവർക്ക് ചിലപ്പോ മറ്റവരെ പോലെ ഫ്ലോയിൽ പഠിച്ചു പോകുന്ന വിദ്യാർത്ഥികളെ പോലെ ഒറ്റയടിക്ക് പഠിച്ചു പോകാനായിട്ട് ഉള്ള സാഹചര്യം ഉള്ളവരാകണമെന്നില്ല. അപ്പോ അവരെ നമുക്കൊന്ന് പുട്ടപ്പ് ചെയ്ത് മേക്കപ്പ് ചെയ്തെടുക്കണം. അത് നമ്മുടെ ടീച്ചർമാര് ചെയ്തോളും. നമ്മുടെ ടീച്ചർമാര് ചെയ്തുകൊള്ളും. അതിൽ ആശങ്കപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്ലാസ് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ തുറന്ന് പറയുക. ടീച്ചറിനോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചറിയിക്കാം. ആ ടീച്ചറിന്റെ ക്ലാസ് മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം ഗ്യാരണ്ടിയോട് കൂടി ഞാൻ അങ്ങോട്ടേക്ക് പറയാം, ഇവിടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിന്റെയും ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാകാതെ ഇരിക്കുകയില്ല. ഇത് സ്മാർട്ട് സ്റ്റഡി നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്. ഓക്കെ, അതുപോലെ തന്നെ ടീച്ചർമാരുടെ ക്ലാസ്സുകൾ ഏറ്റവും മികച്ച ഒരു ക്ലാസ് ആണെങ്കിൽ ആ ക്ലാസ് മികച്ചതാണ് ടീച്ചർ എന്നുള്ള കാര്യം നിങ്ങൾ ആ ടീച്ചറിനോട് തുറന്നു പറയുക. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം, ഒരു ടീച്ചറിന്റെയും ഫോൺ നമ്പർ ഈ ക്ലാസ് തീരുന്നത് വരെ നിങ്ങൾക്ക് തരുന്നതല്ല. ഓക്കെ, അപ്പോ എങ്ങനെ സംശയം ചോദിക്കും? സംശയം ചോദിക്കുന്നതിന് ലൈവ് ക്ലാസ്സിൽ കയറണം. അതാണ് ഒന്നാമത്തെ മാർഗം. ലൈവ് ക്ലാസ് ആദ്യത്തെ 50 മിനിറ്റ് ക്ലാസ്സും അവസാനത്തെ 10 മിനിറ്റ് ഡൗട്ട് ക്ലിയറിംഗ് സെഷനുമാണ്. സംശയം ചോദിക്കാം, മറുപടി അവിടെ ലഭിക്കൂ. റെക്കോർഡ് ക്ലാസ് കാണുന്നവർ സംശയം എങ്ങനെ ചോദിക്കും? റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് ഏതെങ്കിലും പാഠഭാഗത്തിൽ അക്കാദമിക് വിഷയത്തിൽ സംശയമുണ്ടെങ്കിൽ ആ കാര്യം എന്റെ ഫോൺ നമ്പറിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 9235 700 300 ആ നമ്പറിൽ നിങ്ങൾ ആ സംശയം ഉന്നയിച്ചിടുക. ആ സംശയത്തിന് ആ ടീച്ചർ മറുപടി തരും. നിങ്ങൾക്ക് മറുപടി വിളിച്ചു തരും. നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് അതിന്റെ മറുപടി കിട്ടും. സംശയം അവിടെ വെച്ചിട്ട് ക്ലിയർ ചെയ്യും. ഓക്കെ, അപ്പോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിന്റെ രീതികളും ബാക്കിയുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് വേറെ എന്തെങ്കിലും സംബന്ധിച്ചോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പിനകത്തല്ലാട്ടോ ഡിസ്കസ് ചെയ്യും. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ നമ്മളോടാണ് തുറന്ന് ചോദിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മളിപ്പോ സെഷൻ ആരംഭിച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പ് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്, സ്മാർട്ട് സൈറ്റ്. അതിനകത്ത് ഞാൻ ഉൾപ്പെടെ നമ്മുടെ സ്ഥാപനത്തിന്റെ ബോർഡ് മെമ്പേഴ്സ് ഉൾപ്പെടെ നമ്മുടെ സ്റ്റുഡൻസ് ടീം ഉൾപ്പെടെ കുറച്ചധികം പേര് സ്മാർട്ട് സ്റ്റഡിയുടെ ലോഗോയിൽ അഡ്മിന്മാരായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ സ്വാഭാവികമായും നിങ്ങളുടെ അക്കാദമിക് സംശയങ്ങൾ തീർക്കാനും മറ്റുമായിട്ട് ഒരു അൺഒഫീഷ്യൽ ഗ്രൂപ്പ് പൊതുവെ രൂപീകരിക്കാറുണ്ട്. ആ രൂപീകരിക്കുന്നതിൽ നമുക്കൊരു തടസ്സവുമില്ല. നിങ്ങൾ രൂപീകരിച്ചോ.
പക്ഷെ ആ രൂപീകരിച്ച ഗ്രൂപ്പിനകത്ത് ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരസ്യമോ പിന്നെ വേറൊരു സാധനമുണ്ട് MLM. എന്താണ്? ഇന്ന് 1000 രൂപ അടച്ചോ, അടുത്ത ആഴ്ചയിൽ 10000 രൂപയാക്കി തിരിച്ചു തരും. അത്തരത്തിലുള്ള പരസ്യങ്ങളോ വർക്ക് ഫ്രം ഹോം 2000 രൂപ അടച്ചാലേ നിങ്ങൾക്ക് 8000 രൂപ മാസം ശമ്പളം കിട്ടുന്ന വർക്ക് ഫ്രം ഹോം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പോസ്റ്ററുകൾ ചില നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ ഇട്ടുപോകാം. ഞാൻ പറയാം ഇട്ടുപോകാം. അപ്പോ അങ്ങനെ ഇട്ടുപോയാൽ അത് അനുവദിക്കുന്നതല്ല. ഓക്കെ, മറ്റൊരു കാര്യം പറയാം. ഇതുവരെ കണ്ടിട്ടുള്ള ചില പ്രവണതകൾ വെച്ചിട്ട് പറയുന്നതാണ്. ചില കുട്ടികൾ അത് സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്നതായിരിക്കാം. മനുഷ്യന്റെ ഇല്ലായ്മ കൊണ്ട് ചിലപ്പോൾ പലതും ചോദിക്കാം. അതിലൊന്നും വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷെ അതൊരു മുതലെടുക്കുന്ന സംവിധാനമാക്കി മാറ്റിയത്. പേഴ്സണൽ മെസ്സേജ് ആയിട്ട് 1000 രൂപ തരൂ, അച്ഛന് പാടില്ല. അങ്ങനെ 1000 രൂപ വെച്ച് ക്ലാസ്സിൽ 30 പേരോട് മേടിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ചില ബിരുദന്മാരും ബിരുദത്തിമാരും ഒക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ ഇടയ്ക്ക് കയറാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും സ്മാർട്ട് സിറ്റിക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള കാര്യം ആദ്യമേ പറഞ്ഞോളാം. ഒറ്റ കാര്യം കൂടി പറയാണ്. അതെന്താന്ന് വെച്ചാല് ഇപ്പോ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ഫോൺ നമ്പർ ഉണ്ടല്ലോ. ചില ആൾക്കാർ മോഹൻലാലിന്റെ പടം ഒരിക്കും DP ഇട്ടിട്ടുണ്ടാവുക, ചില ആൾക്കാർ നയൻതാരയുടെ പടം ഒരിക്കും, മറ്റു ചിലര് മഞ്ജു വാര്യരുടെ പടമായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. ചില ആളുകള് സുന്ദരിമാരായിട്ടുള്ള ആളുകള്, ചില സുന്ദരന്മാരായിട്ടുള്ള ആളുകള്. ആ സുന്ദരിമാരായിട്ടുള്ള ആളുകൾ അവരുടെ DP ആയിരിക്കും ഇട്ടിട്ടുണ്ടാവും. ഓക്കെ, സൗന്ദര്യം ഒരു ശാപമല്ലല്ലോ, ആണോ? അല്ല. അപ്പോ സൗന്ദര്യമുള്ളവരും എല്ലാവരും ഒരു ഫോട്ടോ ഇടും. ഏത്? DP ഇടും. നമ്മളിപ്പോ കല്യാണത്തിന് പോകുമ്പോൾ അല്ലേ, കല്യാണത്തിന് പോകുമ്പോ ശങ്കരമാമന്റെ മോന്റെ കല്യാണത്തിന് പോയി ഉടൻ തന്നെ ചേട്ടന്റെ മൈൻ്റെ ഒപ്പം ഒരു സെൽഫി ഇടുന്നു, DP ആയിട്ടിട്ട്, സ്റ്റാറ്റസ് ആയിട്ടിട്ട്. പിറ്റേ ദിവസം തൊട്ടപ്പുറത്തെ വീട്ടിൽ ജേക്കപ്പേട്ടന്റെ പോകണം മനസ്സമ്മതത്തിന് പോയി വീണ്ടും ഒരു ഫോട്ടോ ഇട്ട്. അപ്പോ ഫോട്ടോസ് ഇങ്ങനെ മാറി മാറി വരുന്നു, സ്റ്റാറ്റസ് മാറി മാറി വരുന്നു. നല്ല ഫോട്ടോസാണ്, കൊള്ളാവുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ കൊള്ളാവുന്ന വിവാഹിതയായിട്ടുള്ള ഒരു കുടുംബിനിയാണ്, നമ്മുടെ വിദ്യാർത്ഥിയാണ്. ഈ ക്ലാസ്സിനകത്ത് ആൺകുട്ടികളും ഉണ്ട്. ഓക്കെ, ആൺകുട്ടികളും ഉണ്ട്. അപ്പോ ക്ലാസ് നടന്നു. ഒരു ദിവസം നമ്മുടെ എം ടീച്ചറിന്റെ ക്ലാസ് നടന്നെന്ന് വിചാരിക്കുക. നിങ്ങളെ എം ടീച്ചറിന്റെ ക്ലാസ് നടന്ന ടീച്ചർ എടുത്തത് പിന്നെ HR അനലൈസിങ്ങിനെ കുറിച്ചാണ്. മനുഷ്യ വിഭവശേഷിയുടെ വിശകലനത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു ക്ലാസ് എടുത്തു. ആ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ വൈകുന്നേരമായപ്പോൾ മനോഹരമായി DP ഉള്ള സരള ചേച്ചിയുടെ ഫോൺ നമ്പറിലേക്ക് രാത്രി ഒരു 9 മണിയാകുമ്പോ മെസ്സേജ്. ഹായ് ചേച്ചി, ഞാനേ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ചേച്ചിയൊപ്പം HR പഠിക്കുന്ന ബിൻഷാദാണ്. ബിൻഷാദ് എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ പഠിച്ചോനെങ്കിൽ? ഞാനൊരു വെറുതെ ഒരു പേര് പറഞ്ഞതല്ല, ബിൻഷാദാണ്. ചേച്ചിക്ക് ഇന്നലെ എം ടീച്ചർ എടുത്ത ക്ലാസ് മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ നമ്മുടെ ചേച്ചി നിഷ്കളങ്കയായിട്ട് പറയോ, ശരിയാണ് മോനെ, എനിക്കും ഒന്നും മനസ്സിലായില്ല. ആ ടീച്ചർ ഭയങ്കര സ്പീഡിലാണ് എടുക്കണത്. അപ്പൊ പയ്യൻ ഞാനിത് ചേച്ചിയോടൊക്കെ പറയണമെന്ന് വിചാരിച്ചാണ്. നാളെ നമുക്ക് ഒരുമിച്ചിട്ട് പറയാട്ടെ ക്ലാസ്സിൽ. അന്നത്തെ സംഭാഷണം കഴിഞ്ഞിട്ടാ. അന്നത്തെ സംഭാഷണം അതോടും കൂടിയിട്ട് കഴിഞ്ഞു. പിറ്റേ ദിവസം ബിൻഷാദ് പറയാണ്, ടീച്ചർ ക്ലാസ്സിൽ സ്പീഡിലാണ് എടുക്കണേ, ഒന്ന് കുറച്ചെടുത്തോട്ടാ. അപ്പൊ ഈ പയ്യന്റെ പിന്തുണയിൽ ചേച്ചി, ടീച്ചർ ശരിയാണ്, എനിക്കും തോന്നിയിട്ടുണ്ട് ടീച്ചർ സ്പീഡിലാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോ ചേച്ചി നിഷ്കളങ്കമായിട്ട് പറയുന്നതാണ്, ചേച്ചി ഉള്ള കാര്യം പറഞ്ഞതാണ്. പക്ഷെ നമ്മുടെ ചേട്ടനുണ്ടല്ലോ, നമ്മുടെ പയ്യൻ പക്ഷെ ആ കാര്യത്തിനെ സമീപിച്ചാക്കുന്നത് നിഷ്കളങ്കമായിട്ടല്ല. ഞാൻ ഈ പറയുന്ന കാര്യം ഒരു സ്ത്രീ വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വിഷമിപ്പിക്കാതെ ഇതിനൊന്നുമല്ല. ഞാൻ 14 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ, എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നയാളാണ്. കഴിഞ്ഞ ഒരു 8-9 കൊല്ലമായിട്ട് പിന്നെ ഓൺലൈൻ മീഡിയത്തിൽ മാത്രം പ്രവർത്തിക്കുന്നതാണ്. ഈ മേഖലയിൽ കണ്ടുവരുന്ന ചില പ്രവണതകളുണ്ട്. അപ്പോ ഒരു കാര്യം ഞാൻ സംശയം പറയാം, നിങ്ങൾ അങ്ങനെ സൗഹൃദം പങ്കുവെക്കുന്നത്, ഉഭയസമ്മത പ്രകാരം പരസ്പരം സൗഹൃദം പങ്കുവെക്കുന്നതിൽ ഒരു തെറ്റുമുണ്ടെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. എന്നാൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് അവരുടെ അനുവാദം കൂടാതെ അവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ, അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മെസ്സേജസ്
ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് പോകുന്നതായി തെളിവ് സഹിതം നമ്മുടെ മുന്നിൽ വന്നാൽ ഒരു കാരണവശാലും അവരെ ക്ലാസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നതല്ല. ഒരു കാരണവശാലും വെച്ചുകൊണ്ടിരിക്കില്ല. ഒരു വിശദീകരണം കൂടാതെ ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പിടിച്ച് പുറത്താക്കുന്നതാണ്. ഒരു തർക്കവും വിചാരിക്കണം. ഓക്കെ, ഇത് വളരെ മുൻകൂട്ടി പറയുന്നത് ഇതൊക്കെ ഭാവിയിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആണും പെണ്ണും തമ്മിൽ സംസാരിക്കുന്നത് ഒരു കുറ്റമാണ്. സൗഹൃദത്തിനകത്ത് ആണെന്നോ പെണ്ണെന്നോ ഉള്ള വ്യത്യാസം നോക്കേണ്ടതുണ്ടോ? ഇല്ല, അതൊന്നും ഇല്ലാന്ന്. പക്ഷേ തെറ്റായ പ്രവണതകൾ സന്നിവേശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആളുകളെങ്കിലും ഉണ്ട്. ഈ ക്ലാസ്സിലുണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അങ്ങനെയുള്ള ഒരു സമൂഹമാണ് നമ്മുടെ. അപ്പോ അത്തരത്തിലുള്ള ചൂണ്ടയിടലുകൾ, ഇരകോർക്കലുകൾ നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെങ്കിലും നടത്തിയെന്ന് നമുക്ക് ബോധ്യം വരുന്ന പക്ഷം ആ കാര്യത്തിൽ നമ്മൾ കർശനമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുന്നതാണ്. ഒരാളുടെയും വ്യക്തിത്വത്തിനെ ഹത്യ ചെയ്യുന്ന രീതിയിൽ പരമാവധി ബഹുമാനം കൊടുത്തുകൊണ്ട് സംസാരിക്കാനും ഇടപെടാനും ഓരോരുത്തരുടെയും സുഗമമായിട്ടുള്ള കുടുംബജീവിതം ആ രീതിയിൽ തന്നെ കൊണ്ടുപോകാനും കഴിയുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ ഇടപെടലുകളായിരിക്കണം നടത്തേണ്ടത് എന്നാണ് അതിന്റെ ഭാഗമായി പറയാനുള്ളത്. ഞാനിത് ഇത്രയും നീട്ടി പറയുന്നത് മുൻ അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യം സവിനയം പറഞ്ഞുകൊള്ളട്ടെ. ഇനി അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടെങ്കിൽ ആ സംശയങ്ങളിലൂടെ കടക്കാം. ഓക്കെ, ഞാനൊരു 10 സെക്കൻഡ് ക്ലാസ് വെള്ളം കുറിച്ചിട്ട് ഇപ്പൊ എത്തും. നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങളുടെ കുന്തമുനയൊക്കെ റെഡിയാക്കി വെച്ചോളൂ. നമുക്ക് ഇപ്പൊ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷനിലോട്ട് പോകാം. ഓക്കെ, സാർ നമസ്കാരം, എൻ്റെ പേര് സ്മിത എന്നാണ്. ഹലോ സർ. ഹലോ 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 സർ. യെസ്, നമുക്കപ്പോ നമ്മുടെ ഡൗട്ട് ക്ലിയറിംഗ് സെഷനിലോട്ട് പോകാം. അപ്പൊ അതിന് ആദ്യം പറയാനുള്ളത്, നമ്മുടെ കമന്റ് ബോക്സിൽ കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ ഓറൽ ആയിട്ടുള്ള ഡൗട്ട്സ് മറുപടി പറയാം. കാരണം കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള ഡൗട്ട്സ് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ കുറെ കൂടി ക്ലിയർ ആകാം. ഓക്കെ, കമന്റ് ബോക്സിൽ വന്ന് കിടക്കുന്നത് ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. യെസ് യെസ്, ഓക്കെ ഓക്കെ. Sharanya Nihal Chandra, no ma'am, I need a class in English and I really like man's language. Okay, done. പക്ഷേ ശരണ്യ ടീച്ചർ ഇംഗ്ലീഷിലും പറഞ്ഞുതരും, ശുദ്ധ മലയാളത്തിലും പറഞ്ഞുതരും കേട്ടോ. ശുദ്ധ മലയാളത്തിലും പറഞ്ഞുതരും. ഡോണ്ട് വറി. ഓക്കെ, ഗൂഗിൾ ക്ലാസ്സും ഗൂഗിൾ മീറ്റ്. ഐ ആം ഓൾറെഡി വർക്കിംഗ്, സോ ഹൗ ക്യാൻ ഐ അറ്റൻഡ് ദ ഡെയിലി ഓൺലൈൻ ക്ലാസ്? വർക്ക് ചെയ്യുന്നവർ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല. ലൈവ് ക്ലാസ്സിലല്ല, റെക്കോർഡ് ക്ലാസ്സിൽ കയറാം. റെക്കോർഡ് ക്ലാസ്സിലായി കണ്ടു പഠിച്ചാൽ മതിയാകും. ഓക്കെ, അതിൽ വേറെ ഒരു ബുദ്ധിമുട്ട് വിചാരിക്കേണ്ടതില്ല കേട്ടോ. ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ കയറണമെന്നുള്ള നിർബന്ധമില്ല. റെക്കോർഡ് ക്ലാസ് കണ്ടാലും മതി. സംശയങ്ങളുള്ളത് ചോദിക്കാം. കാരണം എന്താ വെച്ചാല് നമുക്ക് ഓരോരുത്തരുടെയും ഇപ്പോ അതാണ് പറഞ്ഞത് സുഹാനി ഷെയ്ഖ്, പലരും പല സമയത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും, പല കോഴ്സുകൾക്ക് പഠിക്കുന്ന ആളുകളായിരിക്കും. ഏത് സമയത്ത് വെച്ചാലും അസൗകര്യമുള്ള കുറെ ആളുകളുണ്ടാകും. അപ്പോ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിനകത്ത് ഷെഡ്യൂൾ ചെയ്യപ്പെടുന്ന ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സമയം നോക്കിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ നിശ്ചയിക്കുന്നത്. അപ്പോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിക്കുകയോ മറ്റോ ചെയ്യാം. PG ക്ലാസ് ഉണ്ട് 10 to 12. സോ എന്ത് ചെയ്യും സാർ? അനിത അച്ചു. അനിത ഇസ് ഹിയർ. അനിത എന്താ പോയോ? Could you please stay off the time? Right, all right. ചോദ്യങ്ങൾ പൊതുവെ സാർ, can you please tell me your name? പറഞ്ഞ പേര്
No, I thought you people are trying to sort of poor people for study good courses at the reasonable. So I'm shaking. Say no. Already hospital administration പഠിച്ചതാണ്. അപ്പോൾ ഇത്രയും ഫീ കുറവാണ്. യെസ്, ഹാപ്പി ആയി. താങ്ക് യു. എന്റെ ഫ്രണ്ട്സും സജസ്റ്റ് ചെയ്തു. ഓക്കെ, ആരായിരുന്നു? ലൈല. ഓക്കെ. കോഴ്സ് ഡ്യൂറേഷൻ ഈസ് 3 months or 5 months. യഥാർത്ഥത്തിൽ കോഴ്സ് ഡ്യൂറേഷൻ 4 months ആണ്. എക്സാമും കാര്യങ്ങളൊക്കെ നടത്തി വരുമ്പോൾ 5 months ആണ്. ഓക്കെ. Because I am also in hospital administration course with Smartship, so I know this is not a fake course, right? ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ എടുത്താൽ നാട്ടിൽ പുറത്ത് വർക്ക് ചെയ്യാം. വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ തന്നെ പോസ്റ്റ് മാറി കിട്ടാൻ ഉപകരിക്കും. നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി തന്നെ നിങ്ങളുടെ ഹയർ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങളുടെ സ്കിൽ അനുസരിച്ചിട്ട് സെക്ഷനുകൾ, വിഭാഗങ്ങൾ മാറാനായി, പോസ്റ്റ് മാറാനായിട്ട് നിങ്ങൾക്ക് സഹായിക്കും കേട്ടോ. കോഴ്സ് കഴിഞ്ഞാൽ എത്ര ടീച്ചേഴ്സ് ആണ് പഠിപ്പിക്കുന്നത്? 3 ടീച്ചേഴ്സ് ആണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. 3 ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഒന്ന് ഒരു പക്ഷേ രമ്യ മിസ്സോ അല്ലെങ്കിൽ വെങ്കിടേഷ് സാറോ. അവര് ഫ്രം കോയമ്പത്തൂർ ആണ്, HR സ്പെഷ്യലിസ്റ്റുകളാണ്. പിന്നെ നമ്മുടെ ഓഫീസിൽ നിന്ന് തന്നെ ഈ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ആയിട്ടുള്ള വേറെ 1-2 ടീച്ചർമാർ കൂടി കയറുന്നതാണ്. കോഴ്സ് കഴിഞ്ഞാൽ വേക്കൻസി എങ്ങനെ അറിയാൻ പറ്റും? നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ പിന്നെ ആരായിട്ട് തരിക, നമ്മുടെ പ്ലേസ്മെന്റ്സിൽ ഇട്ട് തരും കേട്ടോ. വാട്ട് അബൌട്ട് ക്ലാസ് നോട്ട്സ്? ക്ലാസ് നോട്ടുകൾ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ അവൈലബിൾ ആയിരിക്കും. ക്ലാസ് നോട്ടുകളും മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ അവൈലബിൾ ആയിരിക്കും. വേറെ ഒരു സ്ഥാപനവും കൊടുക്കാത്ത ഒന്നാണ് മോക്ക് ടെസ്റ്റുകൾ. ആ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും. നോട്ട്സ് കിട്ടുമോ? കിട്ടും. എത്ര ടീച്ചേഴ്സ് ആണ് പഠിപ്പിക്കുന്നത് പറഞ്ഞു. ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിന്റെ വിലയും ബാക്കി കാര്യങ്ങളും കൂടി അവിടെ നിന്ന് പറഞ്ഞു തരും. ടെക്സ്റ്റ് ബുക്ക് ഇപ്പോ ഇതിന് നിർബന്ധമാക്കിയിട്ടില്ല, HR-ന് നിർബന്ധമാക്കിയിട്ടില്ല. അടുത്ത തവണ മുതൽ ഒരുപക്ഷെ നിർബന്ധമാക്കിയേക്കാം. അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് HR-ന്റെ PDF അവൈലബിൾ ആണ്. PDF-ന്റെ പ്രിന്റ് എടുത്ത് പഠിച്ചാലും മതിയാവും. ടെക്സ്റ്റ് ബുക്ക് വേണം എന്നുള്ളവര് എന്റെ ഫോൺ നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഇന്ന കോഴ്സിന് ടെക്സ്റ്റ് ബുക്ക് വേണം എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പോ ഇനി നമുക്ക് സംശയങ്ങളിലേക്ക് കടക്കാം. ഓറലായിട്ട് നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ പേരൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുക. ഓരോരുത്തരായി മാത്രം സംശയങ്ങൾ ചോദിക്കുക. ഒരാൾ ചോദിച്ച സംശയം തന്നെ വീണ്ടും രണ്ടാമത്തെ ആൾ ചോദിക്കാതെ ഇരിക്കുക. ഓക്കെ, റൈറ്റ്. നമുക്ക് തുടങ്ങാം. ചോദിച്ചോളൂ. സംശയമില്ല. സർ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സ്മിത എന്നാണ്. ഞാൻ പുറത്താണുള്ളത്. അപ്പൊ എനിക്ക് കൂടുതലും റെക്കോർഡ് ക്ലാസ് ആണ് കാണാൻ പറ്റുക. ഇവിടെ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടാവുമായിരിക്കും. റെക്കോർഡ് ക്ലാസ് ആണ് കൂടുതൽ കാണാൻ പറ്റുന്നുണ്ടാവും കേട്ടോ. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടോ സർ? കേൾക്കുന്നില്ല, പറയാമോ? സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടോ? ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ട്. ഓക്കെ. റെക്കോർഡ് ക്ലാസ് മറ്റേ ഓൺലൈൻ ക്ലാസ് കണ്ടില്ല എന്നിട്ട് വല്ല കുഴപ്പമൊന്നുമില്ലല്ലോ? നോ പ്രോബ്ലം, ഒരു പ്രശ്നവുമില്ല. ഓൺലൈൻ ക്ലാസ് കണ്ടാലും കൂടെ സംശയങ്ങൾ അപ്പൊ തന്നെ ചോദിച്ചു പോകാനായി പറ്റും. അത്രേ ഉള്ളൂ. കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. റെക്കോർഡ് ക്ലാസ് ആകുമ്പോൾ അതൊരു സെൽഫ് സ്റ്റഡിയാണ്. അത് നമ്മൾ അതിനൊരു ഇനിഷ്യേറ്റീവ് ഇരുന്ന് പഠിക്കുക. ഞാൻ പറയുന്ന ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ പരീക്ഷയ്ക്ക് ജയിക്കാനായിട്ട് നിർബന്ധമായും എല്ലാവരും ചെയ്യേണ്ട ആദ്യത്തെ കാര്യം മോക്ക് ടെസ്റ്റുകൾ നിർബന്ധമായും അറ്റൻഡ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് നിങ്ങളെ അറിയാതെ തന്നെ പഠിപ്പിക്കുന്ന ഒരു സാധനമാണ്. അറിയാതെ പഠിപ്പിക്കുന്നത്. ഓക്കെ, മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സാധനമാണ്. അപ്പോ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ നിർബന്ധമായും അറ്റൻഡ് ചെയ്താൽ പരീക്ഷയ്ക്ക് വലിയ മാർക്ക് വാങ്ങി വിജയിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, റൈറ്റ്. പറഞ്ഞോളൂ. അടുത്ത ആള്. സംശയങ്ങൾ പെരുമഴ വരുന്ന പോലെ വരുന്ന ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷെ ചാറ്റൽ മഴ പോലും ഇല്ലല്ലോ. കമോൺ, സംശയങ്ങളൊക്കെ കഴിഞ്ഞോ?
സർ യെസ്. ഞാൻ ഇവിടെ തന്നെ സ്മാർട്ട് സിറ്റിയിൽ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞതാണ് കോഴ്സ്. ഓക്കെ. അപ്പോ എക്സാമിന്റെ ടൈമില് ഗൈഡ് ആയിരുന്നു 7th ബാച്ച് ഇപ്പൊ പാസ് ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞാക്കുന്നത് അല്ലേ? കോൺവെക്കേഷൻ സെറിമണി ഏപ്രിൽ 12 വെച്ചിരിക്കുന്നു. അതിൽ ആ ബാച്ച് അല്ലേ? ഓക്കെ. ഓക്കെ. എക്സാമിന്റെ ടൈമില് ഗൈഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായി. എക്സാമിന്റെ ടൈമില് ഗൈഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായി ആ ടൈമില്. HS7-ലാണോ? അതെ. ആ ഗൈഡ് എക്സാമിന്റെ സമയത്തല്ലോ, അതിന് മുമ്പ് തന്നെ ഗൈഡ് ഉണ്ടായിരുന്നല്ലോ. നമ്മള് വാട്സപ്പ് ഗ്രൂപ്പിലും ഗൂഗിൾ ക്ലാസ് ഗ്രൂപ്പിലും അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, താല്പര്യമുള്ളവർക്ക് വാങ്ങാമെന്ന് പറഞ്ഞിട്ട്. അതെ, അതുപോലെ തന്നെ ഈ HRM ഗൈഡ് ഉണ്ടാവും, പക്ഷെ അതൊരു 2 മാസം കഴിഞ്ഞാലേ ഇറങ്ങുള്ളൂ. പ്രിപ്പറേഷൻ നടത്തുന്നുള്ളൂ. നമ്മളിപ്പോ ആദ്യമായിട്ടാണ് ഈ കോഴ്സ് ചെയ്താക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇത് ഗൈഡ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ ടീച്ചർമാര്, കേട്ടോ. ഗൈഡ് ഉണ്ടായിരിക്കും. ഗൈഡ് പഠിച്ചാൽ ഭയങ്കര എളുപ്പമാണ്. 100% മാർക്ക് വാങ്ങി വിജയിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ, ഞാൻ ചിത്രയാണ്. സാർ ഒരു ഡൗട്ട് ഉണ്ട്. സിലബസിന്റെ കാര്യത്തിലാണ് ഡൗട്ട്. ഈ പേരോളും പഠിപ്പിക്കോ HR-ന്റെ സിലബസില്? പഠിപ്പിക്കും. ഓക്കെ സാർ. ഓക്കെ. HR-ന്റെ PG കോഴ്സ് കൂടി വരുന്നുണ്ട് കേട്ടോ. HR-ന്റെ PG കോഴ്സ് കൂടി ഉടൻ തന്നെ വരുന്നുണ്ട്. ഓക്കെ സാർ. സാർ അപ്പൊ ഈ പേരോളിന് ഈ കുറച്ച് ആപ്പ് ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഉപയോഗിച്ചാണോ പഠിപ്പിക്കണേ? ഈ രമ്യ ടീച്ചറും പിന്നെ വെങ്കടേഷ് സാർ, അവര് ഈ മേഖലയിലുള്ള എക്സ്പെർട്സ് ആണ്. ടീച്ചറിന്റെ മലയാളത്തിൽ ശ്രദ്ധിച്ചിരുന്നോ? എന്തെങ്കിലും തോന്നിയായിരുന്നോ അതിന്? ഒരു തമിഴ് സ്ലാങ് നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? ഫീൽ ചെയ്തു സാർ. ടീച്ചർ ഇവിടെയുള്ള ആളല്ല. ഓക്കെ. ടീച്ചർ HR സ്പെഷ്യലിസ്റ്റ് ആണ്. അടുത്തത് പറയൂ. രോഹിത്, come on. രോഹിത്, രോഹിത്, your voice not clear. സാറേ, ഇന്റേൺഷിപ്പ് അത് 5 മാസത്തിനുള്ളിലായിരിക്കോ? അല്ല, കോഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും. ഓക്കെ ഓക്കെ. സാർ ഒരു ഡൗട്ടും കൂടി. ഹലോ സാർ, ഞാൻ സ്മിതയാണ്. ഒരു ഡൗട്ടും കൂടി. ഇപ്പൊ ഏജ്ഡ് ആയിട്ടുള്ളവരുണ്ടല്ലോ, ഇപ്പൊ 40 വയസ്സിന് മുകളിലുള്ളവരുണ്ട് ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ അവർക്ക് ജോലി സാധ്യതയെ കുറിച്ച് എങ്ങനെയാണത്? ഞാൻ പറയാം. ഈ 40 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ ജോലി സാധ്യത പറയുന്നത്, എന്താ പറയാ, അതിനകത്ത് HR റിക്രൂട്ടറിന്റെ അസിസ്റ്റന്റ്, HR മാനേജർ അസിസ്റ്റന്റ്, അത്തരം ചില പോസ്റ്റുകളൊക്കെ കുറെ കൂടി മെച്യൂർഡ് ആയിട്ടുള്ള ആളുകളെ പൊതുവെ പരിഗണിക്കാറുണ്ട്. മെച്യൂർഡ് പേഴ്സൺസിന് അത്തരം ചില പോസ്റ്റുകളോട് പരിഗണിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഒരു ഏജ് ബാർ വരെ നമ്മൾ വെച്ചാക്കുന്നത്. അപ്പൊ അവർക്ക് കൂടിയിട്ട് ആ ജോലി സാധ്യതകളും കിട്ടും. ക്ലിയർ? ഓക്കെ ഓക്കെ സാർ. സർ, പറയൂ. വേക്കൻസിന്റെ കാര്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റുമോ? ഏതിന്റെയായിരുന്നു വേക്കൻസി വരുന്നത് അറിയാൻ പറ്റുന്നത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞുതരോ? ക്ലിയർ ആയിട്ടില്ല. എനിക്ക് ആ വേർഡ് ഒന്നും പറഞ്ഞാൽ എനിക്ക് ക്ലിയർ ആയില്ല. കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാല് വേക്കൻസി ഉണ്ടാവുന്നത്. ഞാൻ ബേക്കിംഗ് എന്നാണ് കേൾക്കുന്നത്. ഞാൻ ആ പടച്ചോറി എന്താണ് പറഞ്ഞത്. ഓക്കെ, വേക്കൻസി അല്ലേ? വേക്കൻസി വരുന്നതിന്റെ കാര്യം പറഞ്ഞുതരാം, ഒന്ന് കേൾക്കൂ. നമ്മുടെ പ്ലേസ്മെന്റ് സെല്ലിൽ 3 തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്നാമത്തേത് പ്രൈവറ്റ് കമ്പനികളുടെ HR ഡിപ്പാർട്ട്മെന്റിന്റെ ഈ ഹ്യൂമൻ റിസോഴ്സ് കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ HR ഡിപ്പാർട്ട്മെന്റിന്റെ ഡാറ്റ
നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അവിടെ നിങ്ങൾ നിങ്ങളുടെ CV അയക്കുക. വേക്കൻസി വരുന്ന മുറക്ക് അവര് നിങ്ങളെ ഫോർവേഡ് ചെയ്യും. ഇന്റർവ്യൂ ഗ്രൂമിങ്ങിന്റെ ക്ലാസ് നമ്മൾ തരും. ഇന്റർവ്യൂമിങ്ങിന്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടി, അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർവ്യൂവിൽ നിങ്ങളുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ജോലി കിട്ടുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, നമ്മൾ നമ്മുടെ കമ്പനിയിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കുറെ കമ്പനികൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ HR കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഉദ്യോഗാർത്ഥികളെ വേണമെന്നുണ്ടെങ്കിൽ പറയണം. നമ്മളെല്ലാ കോഴ്സുകൾക്കും അങ്ങനെ അറിയിപ്പ് കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് കമ്പനികൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വിളിച്ചിട്ട് ചോദിക്കും, ഇങ്ങനെ വേക്കൻസികൾ ഉണ്ട്, ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. ആ വിവരം നമ്മൾ സ്റ്റുഡൻസിന് കൈമാറും. മൂന്നാമത്തേത്, നമ്മുടെ ഒരു പ്ലേസ്മെന്റ് സെല്ലുണ്ട്. അവർ ഈ കമ്പനികളിൽ മുഴുവൻ വിളിച്ചിട്ട് അവിടുത്തെ വേക്കൻസികൾ കളക്ട് ചെയ്യും. ആ വേക്കൻസികൾ വരുന്ന പുറത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇട്ട് തരും, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ട് തരും. ഇപ്പോ ഷാഹിറയുടെ സ്ഥലം എവിടെയാണെന്ന് എനിക്ക് അറിയൂല. ഇപ്പൊ പാലക്കാടാണെങ്കിൽ പാലക്കാട് ജില്ല, കൊല്ലാണെങ്കിൽ കൊല്ലം ജില്ല, ഓരോ ജില്ലയിലും ജില്ല തിരിച്ച് സെപ്പറേറ്റ് ഇട്ട് തരും. അപ്പോ അവിടെ നിങ്ങൾ അതിനുള്ള അപേക്ഷകൾ കൊടുക്കുക, ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്യേണ്ടത് നിങ്ങളാണ്. ഇന്റർവ്യൂ വരെ എത്തിക്കാനാണ് നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ സ്മാർട്ട് സീൽ നിന്ന് ചെയ്തു തരുന്നതാണ്. ക്ലിയർ? ഓക്കെ സർ. ഓക്കെ, റൈറ്റ്. ശരി, നെക്സ്റ്റ്. ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞോ? അങ്ങനെയെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു, അല്ലെ? ആരുമില്ല ചോദ്യം? ക്ലാസിന്റെ ടൈം എപ്പോഴായിരിക്കും? ടൈം 10:30 മുതൽ 11:30 വരെ ആയിരിക്കും തുടക്കം. 10:30 മുതൽ 11:30 വരെ ആയിരിക്കും. ഓക്കെ, അതിന് ചെറിയൊരു അറേഞ്ച്മെന്റ് കൂടി വരുത്താറുണ്ട്. നമ്മൾ ടീച്ചിങ് ടീമും ടെക്നിക്കൽ ടീമും തമ്മിലുള്ള ഡിസ്കഷൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരം ഒന്നുകൂടി അറിയിക്കാം കേട്ടോ. കാരണം ഇപ്പൊ തന്നെ ഇതിൽ തന്നെ കുറച്ച് കുട്ടികൾ ആ സമയത്തെ അസൗകര്യത്തെ സംബന്ധിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത്. ശരി, ഞങ്ങൾ പുറത്തുള്ളവർക്ക് ഇവിടെ ടൈം വ്യത്യാസമുണ്ട്. പിന്നെ അത് മാത്രമല്ല വർക്ക് ചെയ്യുന്നവർക്ക് ആ ടൈം വർക്കിന്റെ തുടക്കമാണല്ലോ. ഓക്കെ സർ. ഹലോ, ഗുഡ് മോർണിംഗ് സർ. നമസ്കാരം, പറയൂ. സൂര്യ ഹരിലാൽ. ഞാൻ ഹൗസ് വൈഫാണ്. കൊച്ചു കുഞ്ഞ് ഉണ്ട് എനിക്ക്. അപ്പം നമുക്ക് ടൈം ഓക്കെ ആണ്. ബട്ട് നമ്മള് ഈ കോഴ്സ് ഡ്യൂറേഷൻ 5 months അല്ലേ പറഞ്ഞേ? അപ്പോ നമുക്ക് ആ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റിന്റെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ നമുക്ക് ഈ കാലയളവിൽ തന്നെ അതിന് സെപ്പറേറ്റഡ് പഠിക്കണമെന്നുണ്ടോ, അതോ ഇതിലൂടെ തന്നെ നമുക്ക് ആ സർട്ടിഫിക്കറ്റിന് എക്സാം കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ? അതിനുവേണ്ടി പ്രത്യേകം പഠിക്കേണ്ടതില്ല. ഈ കോഴ്സ് തന്നെ ചെയ്താൽ മതി. ഒരു കോഴ്സിന് 2 സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ, നമ്മൾ നിങ്ങൾ ആദ്യം പഠിച്ചിട്ടുള്ള 1000 രൂപ കൊണ്ട് 2 സർട്ടിഫിക്കേഷൻ കൗൺസിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ലോട്ട് ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും കേട്ടോ. ഏതാ എക്സാം? ഒറ്റ എക്സാം ആണ്, 2 എക്സാം അല്ല, ഒറ്റ എക്സാം ആണ്. സാർ എപ്പോഴേലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരേണ്ടി വരുമോ? ആ പരിസരത്തോട്ട് വരികയേ വേണ്ട. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരിസരത്തോട്ടേ നിങ്ങൾ ഈ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആവശ്യം നിറവേറ്റാൻ വേണ്ടി വരേണ്ടതില്ല. സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി കുറച്ച് സ്വീറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് നിങ്ങൾക്ക് നമ്മളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. ഞങ്ങള് സന്തോഷത്തോടെ, ഞങ്ങളെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ 72 പേരാണ് വർക്ക് ചെയ്യുന്നത്. 72 പേരില് ഐ തിങ്ക് 1 2 3 4 5 6 പേര് ആൺകുട്ടികളാണ്. 6 ആൺകുട്ടികള് കഴിഞ്ഞാല് ബാക്കിയുള്ള മുഴുവനും പെൺകുട്ടികൾ. ഇത്രയും പേരടങ്ങുന്ന വലിയൊരു ടീം നിങ്ങളെ സുസ്വാഗതം ചെയ്യുന്നതാണ്. എപ്പോ വേണമെന്നുണ്ടെങ്കിലും വരാം. ഞങ്ങള് എറണാകുളം ജില്ല നോർത്ത് പറവൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് നമ്മുടെ ഓഫീസ്. പിന്നെ ഒരു വലിയ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. SNDP യൂണിയൻ എന്ന് പറയുന്ന ഒരു യൂണിയൻ ഉണ്ട്. SNDP യൂണിയന്റെ ബിൽഡിംഗ് ആണത്. അതിന്റെ മുകളിൽ SNDPയുടെ ഓഫീസാണ്. താഴത്തെയും മേളിൽ പകുതി ഓഫീസുകളും നമ്മുടെ ഓഫീസാണ്.
അവിടെ നമ്മുടെ ഓഫീസിലല്ലാതെ വേറെ ഓഫീസുകളൊന്നുമില്ല. ഒരു 5000 സ്ക്വയർ ഫീറ്റിൽ ഇങ്ങനെ വളരെ വിശാലമായി കിടക്കുന്ന ഒരു ഓഫീസാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വരാം. അതിൽ സന്തോഷത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യാം കേട്ടോ. കോഴ്സിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരാൾ പോലും ഓഫീസിലോട്ട് വരണമെന്നില്ല. ഓക്കെ, റൈറ്റ്. ഇനിയുണ്ട ചോദ്യങ്ങളില്ല? ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാലോ അല്ലെ? എന്താ സൂര്യ? ഇല്ല സർ നമുക്ക് PDF നമുക്ക് നോട്ട്സ് PDF ആയിട്ട് കിട്ടുമെന്നല്ലേ പറഞ്ഞേ? ടെക്സ്റ്റ് PDF ആയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ നോട്ട്സ് എഴുതിയെടുക്കാൻ അത് എടുത്ത് നമ്മൾ പഠിച്ചാൽ മതി അല്ലേ? നോട്ട്സ് നിങ്ങൾ എഴുതാൻ താല്പര്യമുള്ളവർക്ക് എഴുതിയെടുക്കാം. നോട്ട്സും ഗൂഗിൾ ക്ലാസ് റൂമിൽ അവൈലബിൾ ആണ്. ഓക്കെ. ചില ആൾക്കാർ പഠിക്കുന്നത് ഉറക്കം വായിച്ച് പഠിക്കും. ചില ആളുകൾ ബുക്ക് കയ്യിൽ കൂടെ നടന്ന് പഠിക്കും. മറ്റു ചില ആൾക്കാർ അനുകൂല പച്ചപാത്രക്ക് പഠിക്കുന്നു. അങ്ങനെ പലതരത്തിലാണ് പഠിക്കുന്നതിന്റെ ഒരു സ്വഭാവം. അപ്പോ നിങ്ങൾക്ക് എന്താണ് മീനിങ് ഉള്ളത് ഏതാണ് ആ രീതിയിൽ പഠിക്കാം. നോട്ട് ചെയ്തെടുത്തോളൂ. ഇവിടെ ഒരു കാര്യത്തിന് നിയന്ത്രണമില്ലാതെ നിങ്ങൾ കോഴ്സ് പഠിച്ച് പരീക്ഷ പാസ്സായി ജോലി മേടിച്ച് കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ സന്തോഷം. 2 കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. 2 കാര്യം. ഹോസ്പിറ്റൽ ഫീൽഡിൽ HR കോഴ്സിലേക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? യെസ്, പറ്റും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞവർക്ക് HR ഡിപ്പാർട്ട്മെന്റ് HR കോഴ്സ് എന്ന് പറയുന്നത് ഒരു അഡീഷണൽ ബോണസ് ആണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒരു അഡീഷണൽ ബോണസ് ആണെന്നത്. കാരണം HR നിങ്ങൾ കൂടുതൽ സ്പെഷ്യലൈസ് ഇതാക്കുന്ന ഒരാളല്ലേ, നിങ്ങൾക്ക് കൂടുതൽ സ്കില്ലുണ്ട്, അവിടെ ഒരു പ്രയോറിറ്റി കിട്ടും. പ്രൊജക്ട്സ് അസൈൻമെന്റ്സ് ഒക്കെ ഉണ്ടാകുമോ? 1-2 ചെറിയ അസൈൻമെന്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാതെ നമുക്ക് പിന്നെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ലല്ലോ. അത് പക്ഷെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ളതൊന്നുമല്ല. ഞാൻ പറയാൻ വന്നത്, നമ്മുടെ ഓൺലൈൻ കോഴ്സ് ആണ് എങ്കിലും നിങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം നമ്മൾ കോൺവെക്കേഷൻ സെറിമണി നടത്തും. നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ച് പാസ്സായി നേടിയ ഒരു തിളക്കമാർന്ന വിജയം. ആ വിജയത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി തലയുയർത്തി പിടിച്ചു നിൽക്കും. നിങ്ങളിൽ കുറച്ചു പേരുടെയെങ്കിലും അവസാനത്തെ ഒരു കോഴ്സായിരിക്കും ഈ കോഴ്സ്. നിങ്ങളുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ മുമ്പിൽ, ഭർത്താവിന്റെയും മക്കളുടെയും ഒക്കെ മുമ്പിൽ, അച്ഛന്റെയും അമ്മയുടെയും അനിയന്റെയും ചേട്ടന്റെയും ഒക്കെ മുമ്പിൽ നിന്നുകൊണ്ട് വലിയൊരു വേദിയിൽ വെച്ചിട്ട് ഈ സർട്ടിഫിക്കറ്റുകൾ തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടു കൂടി വാങ്ങുന്നതിനുള്ള ഒരു അവസരം ഞങ്ങൾ ഒരുക്കി തരുന്നതാണ്. ഈ കോഴ്സ് കഴിയുമ്പോൾ നിശ്ചയമായും നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്രകാരം നിങ്ങൾ തയ്യാറാണെങ്കിൽ കോൺവെക്കേഷൻ സെറിമണി നടത്താനായിട്ട് ഞങ്ങൾ ഉണ്ടാകും. ഓക്കെ, അതാണ് ഒരു കാര്യം പറയാനുള്ളത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സും ഈ കോഴ്സും തമ്മിൽ സിമിലാരിറ്റി ഉണ്ടോ? സിമിലാരിറ്റി ഇല്ല. രണ്ടും 2 കോഴ്സാണ്. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, കല്യാൺ ജ്വല്ലേഴ്സിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? കല്യാൺ സിൽക്സിന്റെ പറഞ്ഞേ, കമോൺ. ഹലോ, മലബാർ ഗോൾഡിന്റെ അംബാസഡർ ആരാണ്? പടച്ചോനെ, നിങ്ങളാരും ടി വി കാണാറില്ലേ? പൃഥ്വിരാജ്. ഉമ്മൻചാണ്ടിയാണോ? കേട്ടില്ല. ഹലോ സൂര്യ. ഒന്ന് പൃഥ്വിരാജും ഒന്ന് മോഹൻലാലും ആണ് അല്ലേ? സ്മാർട്ട് സിറ്റിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ് അറിയോ നിങ്ങൾക്ക്? ഞങ്ങള്. യെസ്, സ്മാർട്ട് സിറ്റിയുടെ ബ്രാൻഡ് അംബാസഡർ നിങ്ങളാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ഏജ് ലിമിറ്റ് ഇല്ല, 46 വയസ്സ് വരെ പഠിക്കാം. സ്മാർട്ട് സിറ്റിയുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് നിങ്ങളാണ്. എന്തുകൊണ്ടാണ് നിങ്ങളാണെന്ന് പറയാൻ കാരണം, നിങ്ങളാണ് നമ്മുടെ പരസ്യ പലകകൾ. 3000 രൂപക്ക് കോഴ്സ് പഠിക്കുന്നു ഇന്ന് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയുന്നു. തട്ടിപ്പാണെന്ന് വിചാരിച്ചിരുന്ന ഒരു തട്ടിപ്പ് സംഘത്തിനെതിരെ കൂടിയിരുന്ന ഒരു ജനവികാരത്തിനെ നിങ്ങൾ ഇല്ലാതാക്കുന്നു. നിങ്ങൾ പറയാണ് അവര് തട്ടിപ്പുകാർ പോലെ നന്നായി ക്ലാസ് എടുക്കുന്ന നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ് എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങളെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കും കേട്ടോ. അത് ചലറ്റാട്ടോ, നിങ്ങളെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കും.
അത്രയും ഡെഡിക്കേറ്റ് ആയിട്ട് ഈച്ച് ആൻഡ് എവരിത്തിങ് ചെയ്യുന്ന ഒരു ടീമാണ് സ്മാർട്ട് സിറ്റിയുടെ പിറകിലുള്ളത്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ, നിങ്ങളുടെ ആവാസ വ്യവസ്ഥകളിൽ നിങ്ങൾ പറയും. അത് കഴിഞ്ഞാലോ നിങ്ങൾക്ക് ജോലി കിട്ടി കഴിയുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും വലിയ അംബാസഡർമാരായിട്ട് മാറുന്നത്. നിങ്ങൾക്ക് ജോലി കിട്ടി കഴിയുമ്പോൾ നിങ്ങളുടെ കുഞ്ഞമ്മയുടെ മോൻ, കൊച്ചച്ഛന്റെ മോനൊക്കെ കോഴ്സ് കൊള്ളാതെ പറഞ്ഞ് ഇവിടെ തന്നെ ചേരാൻ വരും. മനസ്സിലായി? അപ്പോ നിങ്ങളാണ് ബ്രാൻഡ് അംബാസഡർ. ഓക്കെ, അപ്പൊ ആ ഒരു ഉത്തമ ബോധ്യത്തോടു കൂടിയിട്ട് ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കാനും വലിയ വിജയം കരസ്ഥമാക്കാനും ടീച്ചർമാരുടെ ക്ലാസ്സുകൾ മികച്ച ക്ലാസ്സുകളാണെങ്കിൽ അവരോടൊന്ന് തുറന്നു പറയാനും ക്ലാസ്സിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകളെ സംബന്ധിച്ചിട്ട് എന്നോട് പറയാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അക്കൗണ്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട് കേട്ടോ. കൺക്ലൂഡ് ചെയ്യാൻ പോലത്തെ ക്വസ്റ്റ്യൻ. ദ ക്വസ്റ്റ്യൻ ഈസ് അക്കൗണ്ട് ഇത് അഡീഷണൽ കോഴ്സ് ആയി. അക്കൗണ്ടിന്റെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അഡീഷണൽ കോഴ്സ് ആണ്. യെസ്, അക്കൗണ്ടിന്റെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഇത് നിങ്ങളുടെ കരിയറിൽ ഒരു സ്റ്റെപ്പ് കൂടി വെക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് കേട്ടോ. റൈറ്റ്, അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. നമുക്കപ്പോ ഇനി ഏതെങ്കിലും ഒരു സെഷനിൽ വെച്ചിട്ട് കാണാം. അതിന് കോൺവെക്കേഷനിൽ വിജയകിരീടം ചൂടിക്കൊണ്ട് നിങ്ങൾ കടന്നു വരുന്ന സമയത്ത് അപ്ലൈ ആയാലും നമുക്ക് കാണാം. എന്തായാലും ഓക്കെ, നൈസ് എക്സ്പീരിയൻസ് വിത്ത് ഓൾ ഓഫ് യു. ഓക്കെ, ഹാപ്പി. താങ്ക് യു, ബൈ ബൈ. താങ്ക് യു സാർ.